രാഷ്ട്രങ്ങളെ അടിച്ച് ചെതറിച്ച ശേഷം രണ്ടാമതവയെ ഒരുമിച്ച് ചേർക്കുക എന്നത് യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഒരു കൊച്ചു വിഭാഗത്തെ അബ്രഹാമിന് വേണ്ടി കൊടുക്കുകയും അബ്രഹാമിക് ഗ്രൂപ്പ് എന്നതിനെ നമ്മൾ വിളിച്ചുകൊണ്ട് ഇതര ഭാഗം മുഴുവനും ലോകത്തിനുമായി ജാതികൾക്കായി പകുത്തു കൊടുക്കുകയും അതിനെ നിമ്രോദിക് ഗ്രൂപ്പ് എന്ന് നമ്മൾ വിളിക്കുകയും ചെയ്തു. ആകെ ഭൂമിയുടെ 25 ലക്ഷത്തിൽ ഒരു ഭാഗം മാത്രം, കൊച്ചൊരു മൈനോറിറ്റി മാത്രം അബ്രഹാമിൻ്റെ സന്തതികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ബാക്കി മുഴു ലോകവും തന്നെ ജാതികൾക്ക് വിട്ടുകൊടുക്കുകയുണ്ടായി. അബ്രഹാമിൻ്റെ മക്കൾക്ക് കൊടുത്തത് നേരെ മാപ്പിൽ നിന്ന് കാണിക്കാൻ ഒക്കാത്തത് കൊണ്ട് ആ ഭാഗമൊന്ന് സൂം ചെയ്ത് ഒരു ചുവന്ന നിറത്തിൽ അല്പമേ ഉള്ളൂ 25 ലക്ഷത്തിൽ 1 അത് കാണിച്ച ശേഷം ഇതര ഭാഗങ്ങൾ മുഴുവനും ജാതികൾക്ക് കൊടുത്തു എന്ന് ആവർത്തിച്ച് പറയട്ടെ. അബ്രഹാമിന് ദൈവം കൊടുത്തതായ കാണാൻ അല്പം പ്രയാസമുണ്ടായിരിക്കും. ഇടത്തുവശത്ത് നിന്ന് താഴെ മുകളിലോട്ട് പോയാൽ ജെറുസലേം എന്ന് എഴുതിയ ഒരു സ്ക്വയർ കാണാം. ആ ഭാഗത്തോട് ചേർന്ന് ഒരു പൊട്ടിൻ്റെ അത്രയും സ്ഥലം ആ ഇസ്രായേലിന് കൊടുത്തേച്ച് ബാക്കിയുള്ള മുഴുവൻ ലാൻഡും നെയ്ബേഴ്സ് പകുത്തെടുക്കുന്നതായി കാണാം. എന്നാൽ യൂഫ്രട്ടീസ് നദിയോട് ചേർന്ന ഈ ഭാഗങ്ങളിൽ നിറപ്പകിട്ടാർന്നതായി നമ്മൾ കണ്ടു. മറ്റെങ്ങുമില്ലാത്ത 4 നിറങ്ങളുള്ളതായ കുതിരകളെ വെളിപ്പാട് പുസ്തകം കൊണ്ടുവരികയും നിറപ്പകിട്ടാർന്നതായി മാറുകയും ചെയ്തു. വരവിനോട് ചേർന്ന് കൺവേർജിങ് തിങ്സ്, സംഗതികൾ ഒരുമിച്ച് ചേരുന്നതായി നമ്മൾ കണ്ടു. ആ പ്രദേശങ്ങൾ അവരുടെ കൊടികളുടെ അടയാളങ്ങളാണ് കാണുന്നത്. ഈ 4 നിറത്തിൽ മാത്രമുള്ള കൊടികളായി ആ രാജ്യങ്ങൾ ഒക്കെയും മാറി. അതാത് രാജ്യങ്ങളും കൊടികളും നമ്മൾ കാണിച്ചു. ജാതികളുടെ കാലത്തെ വിശദീകരിക്കുന്ന ഒരു രൂപം ദാനിയേലിൻ്റെ പ്രവചനത്തിൽ കിടക്കുന്നത്, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ കിടക്കുന്നത് നമ്മൾ എടുത്തു കണ്ടു. അത് ജാതികളുടെ കാലമാണ്. ഓരോ ജാതിക്കും ഓരോ രാജ്യങ്ങൾക്കും ദൈവം ഒരു കാലം നിയമിക്കുകയും ആ കാലഘട്ടം കഴിയുവോളം മാത്രം അവരുടെ അതിർത്തികൾ ദൈവം ഒരുക്കുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടു. അപ്പസ്തോല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യപ്രകാരം ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കേണ്ടതിന്, ചെറിയൊരു ഭാഗമൊന്നുമല്ല, ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കേണ്ടതിന് ദൈവം അവരുടെ നിവാസങ്ങൾ കൽപ്പിച്ചുകൊണ്ട് തൻ്റെ ജാതികൾക്ക് ആ ഭാഗം കൊടുത്തു എന്ന് കാണാം. കഴിഞ്ഞ ആഴ്ചയിൽ ഗൗരവമായി ചിന്തിക്കാഞ്ഞ ഒരു ഭാഗമാണ്. അങ്ങനെ ജാതികൾക്ക് ലഭിച്ച ഇടത്ത് പൈശാചിക ശക്തികൾ അവരുടെ ചിഹ്നങ്ങൾ സ്ഥാപിച്ചു. അവർ ഭൂമിയെ ക്ലെയിം ചെയ്തു. ക്രോപ്പ് സർക്കിൾസ് നമ്മൾ എടുത്തു പറഞ്ഞു. കർണാടകത്തിൽ വരെ ക്രോപ്പ് സർക്കിൾ ഉണ്ടായിരുന്നു എന്ന് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒരിക്കൽ കാണുവാനിടയായി. ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപേ കർണാടകത്തിൽ വരെ 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടങ്ങളായിരുന്നു ക്രോപ്പ് സർക്കിളിൽ ഏറ്റവും കൂടുതൽ ഭൂഗോള വ്യാപകമായി അത് വ്യാപരിച്ചത്. മാത്രവുമല്ല, മനുഷ്യനും ശരീരത്തിൽ ദൈവദത്തമല്ലാത്തതായ മാർക്കുകൾ ഇട്ടു തുടങ്ങി. ചേഞ്ച് ഓഫ് കൾച്ചർ ബൈ വിസിബിൾ മാർക്സ്. ആളുകളുടെ കൾച്ചറുകളെ പിശാച് മാറ്റിക്കൊണ്ടിരുന്നു. അവൻ്റെ കയ്യിൽ ലഭിച്ചതിനെ ഒക്കെയും അവൻ മിസ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ചേഞ്ച് ഓഫ് കൾച്ചർ എഗെയിൻ വിത്ത് വിസിബിൾ മാർക്സ്. ഇത് ദൈവത്തിൻ്റെ രൂപമാണോ, സാദൃശ്യമാണോ, അതോ വേറെ വല്ലത്തിൻ്റെയും ആണോ എന്ന് കാണുന്നവർ ചിന്തിക്കട്ടെ. അവൻ മാർക്കിട്ടു, മനുഷ്യന് മാർക്കിട്ടു, ജീവികൾക്ക് മാർക്കിട്ടു, അവൻ രാജ്യത്തിന് മാർക്കിട്ടു, അല്ലെങ്കിൽ ഭൂമിക്ക് മാർക്കിട്ടു. ഇൻവിസിബിളായ ഒരു മാർക്ക് 666 മാർക്ക് നെറ്റിമേലോ കൈമേലോ വരുമെന്ന് കണ്ടു. അത് ഇൻവിസിബിളാണ്. ഇതിനു മുൻപേ നമ്മൾ കണ്ടതൊക്കെ ഇൻവിസിബിളാണ്. വിസിബിളും ഇൻവിസിബിളുമായ മാർക്കുകൾ അവനിട്ടു എന്ന് മറക്കരുത്. മാത്രമല്ല, ശക്തന്മാരായ ഭരണാധികാരികളെ പിശാച് രംഗത്ത് കൊണ്ടുവന്നു. 2 AD 300 നിലവിൽ വന്ന ഡയോക്ലിഷ്യൻ എന്ന രക്തരാക്ഷസൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നീചമായി കൊന്ന രക്തരാക്ഷസൻ എന്ന് ലോകം വിളിക്കുന്നതും എതിർക്രിസ്തു ആയിരിക്കും എന്നാളുകൾ അന്ന് തെറ്റിദ്ധരിച്ചതുമായ ഒരുവനായിരുന്നു ഡയോക്ലിഷ്യൻ. അവൻ ആളുകളെ കൊന്നത് ഏറ്റവും നീചമായ ആളുകളെ എന്ന് പറയാനൊക്കത്തില്ല, ക്രിസ്ത്യാനികളെ കൊന്നത് ഏറ്റവും നീചമായ മാർഗങ്ങളിലായിരുന്നു. പലരെയും ആടുകളുടെ തോലുരിച്ച് ആ തോലിനകത്തിട്ട് കുത്തിക്കെട്ടി വെയിലത്തേക്ക് എറിഞ്ഞു. ആ വെയിൽ കൊണ്ട് തോല് ആഴ്ചകൾ കൊണ്ട് ചുരുങ്ങി ചെറുതാകുമ്പോൾ ഈ വ്യക്തിയുടെ അസ്ഥികൾ ഒടിഞ്ഞൊടിഞ്ഞ് അവൻ മരിച്ചിരുന്നു. തടിയോട് ചേർത്ത് വെച്ച് കെട്ടി ഈർച്ചവാളുകൊണ്ട് അറുത്ത് മില്ലിമീറ്റർ ബൈ മില്ലിമീറ്റർ കൊന്നു. തിളച്ച എണ്ണയിലിട്ടു, പച്ചവെള്ളത്തിലിട്ട് തിളപ്പിച്ചു. അങ്ങനെ വിവിധ മാർഗങ്ങളിൽ 3000-നും 3500-നും ഇടയിൽ ആളുകളെ വന്യമൃഗങ്ങളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തതും മറ്റും പോട്ടെ, ഈ 3-ാം നൂറ്റാണ്ടിൽ തന്നെ അദ്ദേഹം കൊന്നൊടുക്കി എന്ന് കാണാം.
പിശാച് അതിൻ്റെ അധികാരം സ്ഥാപിച്ചിടത്തൊക്കെയും ക്രിസ്തു വൈരാഗ്യവും അത് എടുത്ത് കാണിച്ചിരുന്നു. 6 ലക്ഷത്തിലധികം യഹൂദന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല. ഇയാളും എതിർ ക്രിസ്തുവാണോ എന്ന് ആളുകൾ സംശയിക്കുമാറ് സാത്താൻ കൈ കിട്ടിയതുകൊണ്ട് ലോകം മുഴുവനും ഭരിക്കാൻ ആഗ്രഹിച്ചു. അവൻ ചെയ്തത് ഒന്ന്, തനിക്കുള്ളതിനെ അവൻ അവകാശപ്പെടുത്തി മാർക്കിട്ട് വിട്ടു. നമ്മിൽ പലരും ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് കാര്യം. ചിലരും കൂടെ ക്രിസ്തുവിൽ വളരുന്നെങ്കിൽ വളരട്ടെ. അതിനുവേണ്ടി ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ദൈവജനത്തെ അവർ ഉപദ്രവിച്ചു വന്നു. ഒന്ന് വിശദമാക്കിയ ശേഷം ഒരു പ്രിസണിൽ കൂടെ രശ്മികൾ കടത്തിവിടുന്നത് പോലെ തിരിച്ച് കൺവേർജ് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് വിശദീകരണങ്ങൾ ലഭിക്കും. ഈ മെത്തേഡിലാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ കാണുന്ന രാജ്യങ്ങൾക്കെല്ലാം ഒരു താല്പര്യമുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും മുഴുഭൂമി ഭരിക്കണം, മുഴുഭൂമിയും അടക്കണം. അങ്ങനെ സാത്താൻ്റെ കയ്യിൽ മുഴുവൻ ഭൂമിയും ഒരുമിച്ച് കൊണ്ടുവരണം. പക്ഷേ നിർഭാഗ്യവശാൽ ഒരുത്തൻ വളരുന്നിടത്ത് വേറൊരുത്തൻ അടിച്ചൊതുക്കും. അങ്ങനെ അന്യോന്യം പിടിച്ചിരുത്തിയും അടിച്ചൊതുക്കിയും പോകുന്ന ഒരു സമ്പ്രദായം പിശാചിനുണ്ട്. ആ സമ്പ്രദായത്തിൽ ലോകത്തിന് ഒരുമിച്ച് ഭരിക്കാൻ കഴിയാതെ വന്നു. അതുകൊണ്ട് ദൈവം തന്നെ തീരുമാനിച്ചു, നിമ്രോദിൻ്റെ കാലത്ത്, ഇടത്തെ അറ്റത്ത് നിമ്രോദിൻ്റെ കാലത്ത് ബാബേൽ കോട്ടയെങ്കിൽ ചെതറിക്കപ്പെട്ട ജാതികളെ ഈ ദാനിയേൽ പ്രവചനത്തിൽ കാണുന്ന ബിംബത്തിൻ്റെ രൂപത്തോട് ചേർത്ത് ഒരു രാഷ്ട്രമാക്കി മാറ്റുക. ഒരു ഘോരവും ഭയങ്കരവുമായ മൃഗമെന്ന് അതിനെ ചിത്രീകരിച്ചുകൊണ്ട് ഒന്നായി മാറ്റി ജാതികൾക്ക് ഭരിക്കുവാൻ അവസരവും കൊടുക്കുക എന്ന് ദൈവം തീരുമാനിച്ചു. അതേസമയം അബ്രഹാമിൻ്റെ സന്തതിയായ അബ്രഹാമിക് ഗ്രൂപ്പിനെ ഇന്ന് നമ്മൾ സഭ എന്ന് വിളിക്കും. ആ സഭയ്ക്ക് ദൈവം വളരെ 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 ചെറിയ ഒരു സ്ഥാനം കൊടുത്തു. ഭൂമിയിൽ തീരെ 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 ചെറിയ സ്ഥാനമാണെങ്കിലും അതുകൊണ്ട് വൻ കാര്യങ്ങൾ, മഹാകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ ദൈവം തീരുമാനിച്ചു. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും, ഇവിടെ സഭ എടുക്കപ്പെടും. ഞാനത് വീണ്ടും എടുക്കും. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്നുള്ള ഒരു 7 വർഷം മഹോദ്രവകാലം എന്ന് നാം വിളിക്കുന്നത് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. നിമ്രോദിൻ്റെ ആളുകൾ വ്യത്യസ്ത സംസ്കാരങ്ങളും മതങ്ങളും വികാരങ്ങളും മറ്റുമുള്ള ലോകജാതികൾ ചേർന്ന് ഇതിനെ ഒരുമിച്ച് ഭരിക്കേണ്ടതിന് വേണ്ടി ആ സമയം ഒരു 7 വർഷം ദൈവം വിട്ടുകൊടുക്കുന്നതാണ്. ഗവൺമെൻറ്റുകളെ ഒരുമിച്ച് ചേർക്കേണ്ടതിന് UNO ദൈവം ഉപയോഗിക്കുകയും UNOയ്ക്ക് ദൈവം അനുമതി കൊടുത്തതുകൊണ്ട് 2015 സെപ്റ്റംബർ മാസത്തിൽ നടന്ന ബ്ലഡ് മൂണിൻ്റെ ദിവസം UN ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച്, ന്യൂയോർക്കിൽ UN ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ചെയ്തെടുത്ത ഉടമ്പടികളുടെ പുറത്ത് ഒരു വൺ വേൾഡ് ഗവൺമെൻറ്റിനെ കൊണ്ടുവരുവാനും മറ്റും ദൈവം തീരുമാനിക്കുകയും ആ കാര്യങ്ങൾ ദൈവം രംഗത്ത് കൊണ്ടുവരികയുമാണ്. ഘോരവും ഭയങ്കരവുമായ മൃഗത്തെ നിയന്ത്രിക്കേണ്ടതിന് മുകളിൽ നിന്ന് തീയുടെ വർണ്ണമുള്ള 7 തലയും 10 കൊമ്പുമുള്ള ഒരു പഴയ പാമ്പ്, മഹാസർപ്പം രംഗപ്രവേശനം ചെയ്യും. ഇതാണ് സാക്ഷാൽ പൈശാചിക ശക്തി ലൂസിഫർ എന്ന് നമ്മൾ ഒരു പേരിൽ അവരെ റെപ്രസെൻ്റ് ചെയ്യും. ലൂസിഫർ പിശാചാണെന്നോ, പിശാചെന്ന് പറഞ്ഞാൽ ലൂസിഫർ ആണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ പ്രമാണികളിൽ ഒന്ന്, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നാം ലൂസിഫർ എന്ന പേര് ഉപയോഗിക്കും. ലൂസിഫർ ഒരു വീണുപോയ ദൈവദൂതനായിട്ടാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത്. ആ ദൂതൻ അവനെ തന്നെയാണ് 7 തലയും 10 കൊമ്പുമുള്ളതായ സർപ്പമെന്ന് കാണിക്കുന്നത്. അവനെ തന്നെയാണ് അവൻ്റെ ശക്തിയാലാണ് തൻ്റെ തവളകളെപ്പോലെയുള്ള അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്ന വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കും. അത് വീഞ്ഞു കുടിച്ച് മത്തയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ അധികാരത്തിൻ്റെ കീഴിൽ സകലവും കൂടെ കൊണ്ടുവരികയും അങ്ങനെ ഏറ്റവും വലത്തെ അറ്റത്ത് താഴെ കാണുന്ന ആ സ്ത്രീ ഈ ഘോരമൃഗത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് മുകളിൽ കാണുന്ന തവളകളുടെ ശക്തിയാൽ, ഏലിയൻസിൻ്റെ വീണുപോയ ദൂതന്മാരുടെ ശക്തിയാൽ ഭരിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും. മുന്നോട്ട് ആ ശക്തികൾ തൻ്റെ യേശുക്രിസ്തു എന്ന രാജാധിരാജാവും കർത്താധികർത്താവുമായവനോട് എതിർ ക്രിസ്തു ഒരു യുദ്ധത്തിന് വേണ്ടി ഏറ്റുമുട്ടുകയും അവർക്ക് ലഭിച്ചിരിക്കുന്ന 7 വർഷത്തിൻ്റെ അന്ത്യത്തോടുകൂടെ ആ യുദ്ധം അതിൻ്റെ കൊടുമ്പിരിയിൽ എത്തുകയും ചെയ്യും. രാജാധിരാജാവും കർത്താധികർത്താവുമായ യേശു രാജ്യത്വം ഏറ്റെടുക്കേണ്ടതിന് മടങ്ങി വരുമ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്നാണ് പിടിച്ചു പറിക്കേണ്ടത്. അതുകൊണ്ട് അവൻ യേശുവിനോട് എതിർവിടും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതിൻ്റെ റിവിഷൻ ഞാൻ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുക. നിത്യരാജാവും ഘോരമൃഗവും തമ്മിലൊരു യുദ്ധം നടക്കും. ഭൂമിയെ ദൈവം തിരികെ പിടിക്കും, സഹസ്രാബ്ദം സ്ഥാപിക്കും. അതിനുവേണ്ടി ഹർമഗദോൻ യുദ്ധം നടക്കുന്നതായിരിക്കും. ഹർമഗദോൻ യുദ്ധം എവിടെ വെച്ചായിരിക്കും? അത് കിദ്രോൻ വാലിയിൽ വെച്ചായിരിക്കും നടക്കുന്നത്. ഞാൻ ആ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചു.
അതിനുവേണ്ടി വഴികൾ ഒരുങ്ങണം. ഇവിടം കൊണ്ട് വിശദീകരണം ഏറെക്കുറെ, റിവിഷൻ ഏറെക്കുറെ തീരാൻ പോകുകയാണ്. വടക്ക് നിന്നുള്ള വഴി, ഇസ്രയേലിലേക്ക് പോകേണ്ടതിന് വടക്ക് നിന്നുള്ള വഴി ഒരുങ്ങേണ്ടതിനും കൂടെയാണ് ഇന്ന് നടക്കുന്ന യുക്രൈൻ യുദ്ധം എന്ന് ഞാൻ ആവർത്തിച്ച് എടുത്തു പറയുകയുണ്ടായി. യുക്രൈനിൽ നിന്ന് ഒരു പറ്റം ആളുകളെ വിടുവിച്ചു കൊണ്ടുപോകുവാൻ ഗ്ലോബൽ കിങ്ഡം പാർട്ട്ണർഷിപ്പ് നെറ്റ്വർക്കിന് കഴിഞ്ഞു. ഇന്ന് രാവിലെയും അവരുടെ മെസ്സേജസ് ഉണ്ടായിരുന്നു. യുക്രൈനിൽ നിന്ന് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ വിടുവിച്ചു കൊണ്ടുപോകുവാൻ, മറ്റ് രാജ്യങ്ങളിലാക്കുവാൻ ഗ്ലോബൽ കിങ്ഡം പാർട്ട്ണർഷിപ്പ് നെറ്റ്വർക്കിന് കഴിഞ്ഞു. അങ്ങനെ പലരും അഭയാർത്ഥികളായി വരുന്നവരെ കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാണ് ഈ ബഹളമെല്ലാം കൂടെ നടക്കുന്നത്? തേണ്ടേ ഭൂമിയുടെ മനോഹര വസ്തു വെളിപ്പെട്ടു വരേണ്ടതിന് ഈ ഭൂമിയിൽ ആകപ്പാടെ ഒരിളക്കം നടക്കും. ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ സകലത്തെയും ഇളക്കും. എന്തിനു വേണ്ടിയാണ്? ഭൂമിയിലെ മനോഹര വസ്തു വെളിപ്പെട്ടു വരേണ്ടതിനാണ് എന്ന് തിരുവചനം പഴയ നിയമത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ കാനമച്ചന വാക്യം എടുത്തുകൊണ്ട് ഒരിക്കൽ പറഞ്ഞൊരു പദം ഞാൻ ഓർമ്മിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, പണ്ട് ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത്, അച്ഛൻ്റെ കാര്യമാണ്, സ്കൂളിൽ പോകുന്ന കാലത്ത് അമ്മ ഒരു കലത്തിനകത്ത് തൈരൊഴിച്ച് മത്തും മായാടയും ഒക്കെ വെച്ച് തൈര് കലക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. കലത്തിനകത്ത് ഭയങ്കര ബഹളമാണ്. അമ്മ എന്തിനാണ് ഈ ബഹളം നടത്തുന്നതെന്ന് ചോദിച്ചാൽ, മോനെ ഈ തൈരിനകത്തൊരു മനോഹര വസ്തു കൊണ്ട് വെണ്ണയാണ്, അത് തെളിഞ്ഞു വരാൻ വേണ്ടിയാണ്. ആ വെണ്ണ എടുക്കേണ്ടതിന് വേണ്ടി തൈര് കലക്കുന്നത് പോലെ ഈ ഭൂമിയെയും ആകാശത്തെയും ഇളക്കിയ ഒരു കലക്കലുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇവിടുന്നൊരു മനോഹര വസ്തു വെളിപ്പെട്ടു വരേണ്ടതിന് അതാണ് നടക്കുന്നത്. വടക്ക് നിന്നുള്ള വഴി ഒരുങ്ങുകയാണ്. 2, കിഴക്കേ വഴിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കാരക്കോണം ഹൈവേയെക്കുറിച്ചും അത് ചെന്ന് ചേരുന്നതായ യൂഫ്രട്ടീസ് നദിയിൽ ഒരു ദൂതൻ തൻ്റെ കലശമൊഴിച്ച് അതിനെ വറ്റിക്കുന്നതായി നമ്മൾ കണ്ടു. ആ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരക്കോണം ഹൈവേ ഓൾറെഡി റെഡിയായി കഴിഞ്ഞു. ഇനി 3ാമത്തെ വഴി രാജാക്കന്മാർ ഒരുമിച്ച് ചേരേണ്ടതാണ്. അത് UNO ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തേത് ആത്മീക വഴികൾ ഒരുങ്ങുകയാണ്. മഹാസർപ്പവും അതിൻ്റെ ഏലിയൻസും ചേർത്ത്, അല്ലെങ്കിൽ തവളകളും ചേർന്ന് അതിൻ്റെ വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതായിരിക്കും ഞാൻ അല്പം കൂടെ വിശദീകരിക്കുന്നത്. മഹാസർപ്പവും അതിൻ്റെ തവളകളും, അതിൻ്റെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, മൃഗത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. 13-ാമത്തെ വാക്യം, തവളയെപ്പോലെ. എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? 1, മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്ന്, സാക്ഷാൽ ലൂസിഫറിൻ്റെ വായിൽ നിന്ന്. 2, മൃഗത്തിൻ്റെ വായിൽ നിന്ന്, ഭൂമി അടക്കി ഭരിക്കുന്ന ഘോരവും ഭയങ്കരവുമായൊരു മൃഗമുണ്ട്, ഭൂമിയിലെ ഗവൺമെൻറ്, അതിൻ്റെ വായിൽ നിന്നും. 3, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും. ഒരു മതത്തിൻ്റെ പിന്തുണയോടെ, മതത്തിൻ്റെ നിറത്തോടെ, മതത്തിൻ്റെ കളറോടെയാണ് വരുന്നത്. ക്രിസ്തീയ കള്ളപ്രവാചകന്മാരുൾപ്പെടെ അനേക കള്ളപ്രവാചകന്മാർ ഇതിൽ പങ്കെടുക്കും. അവരുടെ വായിൽ ഈ അശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. 14-ാമത്തെ വാക്യത്തിൽ ഇവ എന്ന് പറയുന്നത് ഈ 3 തവളകളെപ്പോലുള്ള ജീവിയാണ്. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായി കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. എന്താണ് ഈ തവളകൾ? ഭൂതാത്മാക്കളാണ്. ഇതുകൊണ്ടാണ് ഫോളൻ ഏഞ്ചൽസ് എന്ന് ഞാനതിനെ തീർത്ത് പറഞ്ഞത്. വേദപുസ്തകത്തിൻ്റെ അധികാരത്തിലാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ആ പ്രവർത്തികൾ നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 3ഉം 4ഉം വാക്യങ്ങളിൽ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും, എല്ലാ വാക്യങ്ങളും ഞാൻ തന്നെ വായിച്ചു പോവുകയല്ല, ഇത് ഈ ഒരു വാക്യം നമുക്ക് വായിക്കാം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ആ വിശ്വാസത്യാഗത്തെ തുടർന്ന് വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനകളോടും കൂടെ ദുരാത്മവ്യാപാരം ദേശത്തുണ്ടാകണം. 3, ബിലെയാമിൻ്റെ ഉപദേശം രംഗത്ത് വരയണം. 4, ഇസബേലിൻ്റെ ഉപദേശം രംഗത്ത് വരയണം. മാത്രമല്ല, തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായി ദുരാത്മശക്തികൾ അല്ലെങ്കിൽ പൈശാചിക വ്യാപാരം ദേശം ഭരിച്ചേ മതിയാകൂ. സഭയിൽ അതിൻ്റെ രംഗപ്രവേശനം ഉണ്ടായിരിക്കും. ഇവിടെ ബിലെയാമിൻ്റെ ഉപദേശം എന്നാൽ എന്ത്? 1, അത് വേർപാട് ലംഘനമാണ്. എന്താണ് അതിൻ്റെ ശൈലി? ഏത് രീതിയിലാണ്? ബിലെയാമിൻ്റെ വഞ്ചനയിൽ ആരെയും പാപം ചെയ്യുവാൻ നിർബന്ധിക്കുന്നില്ല. പകരം അവനവൻ സ്വയമനസ്സായി പാപം ചെയ്യേണ്ടതിന് അതിനുള്ള സാധ്യതകൾ അവരുടെ മുൻപിലേക്ക് എടുത്തെറിഞ്ഞു കൊടുക്കുകയാണ്. ഒരുവനെ പാപത്തിൻ്റെ വശങ്ങൾ കാണിച്ച് ആകർഷിച്ച് നശിപ്പിക്കുക. അതാണ് ബിലെയാമിൻ്റെ തത്വം. ഞാൻ ഒന്നുകൂടെ മടങ്ങി വന്ന് വിശദീകരിക്കാം. ബിലെയാം എന്ന പ്രവാചകനെ
കൂലിക്ക് പ്രവചിക്കുന്ന കൂലിപ്രവാചകനെ ബാലാക്ക് എന്ന രാജാവ് വിളിച്ച് ഇസ്രയേലിന് വിരോധമായി പ്രവചിക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷെ ദൈവം അവനെ തടയുകയും പ്രവചനത്തിൽ നിർത്തിക്കളയുകയും ചെയ്തു. അവസാനം അവനൊരു വേല പറഞ്ഞു കൊടുത്ത് രാജാവിന്, ഈ ജനം തനിച്ചു പാർക്കുന്ന ജനമാണ്, ഇസ്രയേൽ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്, ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നവരല്ല. 25 ലക്ഷത്തിൽ 1 ഭൂമി എടുത്ത് ദൈവം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അവരത് കരസ്ഥമാക്കാൻ പോകുന്ന വഴിയായി ഇത്. അവരെ നിനക്ക് ശപിക്കാൻ ഒക്കത്തില്ല, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. എന്നാൽ തനിച്ചു പാർക്കുന്ന ജനമെന്ന സ്റ്റാൻഡേർഡിൽ നിന്ന് മാറി ലോകക്കാരോട് ഇടപഴകാൻ കഴിയുമെങ്കിൽ ഇന്ന് അവരുടെ മേലുള്ള ദൈവസാന്നിധ്യം വിട്ടുമാറും. തുടർന്ന് അവരെ ജയിക്കുവാൻ കഴിയും. അതിനുവേണ്ടി എന്തു വേണം? ബിലെയാം പറഞ്ഞു കൊടുത്തത്, ഇവരുടെ പട്ടാളക്കാർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരുന്നത് കുടുംബങ്ങളെ ഒക്കെ പിൻപിൽ ഉപേക്ഷിച്ച ശേഷം യുദ്ധഭൂമിയിൽ നിൽക്കുന്നവരാണ്. നിശ്ചയമായും ലൈംഗികമായ താല്പര്യം ഏതു മനുഷ്യൻ്റെയും ഉള്ളിൽ ദൈവസൃഷ്ടിയാലുണ്ട്. അതുകൊണ്ട് ഈ സമയം നോക്കി കുറേ നിന്റെ ജാതിയിൽപ്പെട്ട കുറേ സ്ത്രീകളെ ഇവരുടെ അടുക്കലേക്ക് ഇറക്കി വിട്ടാൽ ഇവർ സ്ത്രീകളുമായി പാപം ചെയ്യും. അതോടെ തനിച്ചു പാർക്കുന്ന ജനം എന്ന പദവി നഷ്ടമാകും. അവർ ജാതികീയ ശക്തികളിലേക്കും പാരമ്പര്യങ്ങളിലേക്കും തെറിച്ചു മാറും. അങ്ങനെ മാറുന്നതിനാൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുമെന്ന് പറയുകയും ബിലെയാമിൻ്റെ ഉപദേശപ്രകാരം ഇത് തന്നെ ബാലാക്ക് ചെയ്യുകയും ചെയ്തു. ബിലെയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ വിശ്വാസത്യാഗത്തെ തുടർന്ന് രംഗപ്രവേശനം ചെയ്യും. 4 ഇസബേലിൻ്റെ ഉപദേശം. ഇസബേലും വേർപാട് ലംഘിച്ചവൾ തന്നെയാണ്. പക്ഷേ അവളുടെ പ്രത്യേകത, അവൾ രാജ്ഞിയാകയാൽ അധികാരം ഉപയോഗിച്ച് എൻ്റെ ദാസന്മാരെ അവൾ തെറ്റിച്ചു. അധികാരം ഉപയോഗിച്ച് തെറ്റിച്ച ഇസബേലിനെ കാണുവാൻ കഴിയും. ഇത് രണ്ടും നടന്നു കഴിയുമ്പോൾ ഞാനാണ് വലിയവനെന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായി പിശാച് രംഗപ്രവേശനം ചെയ്യും. ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കണ്ടു സൂക്ഷിച്ച് ഒഴിയാൻ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങളോ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് മുന്നേറി ഒരു സഭയായി നിൽക്കണം. ഇതിൽ നിന്നൊക്കെയും നമ്മൾ വേർതിരിയണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപനായവനെയും അനുസരിച്ച് നടന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നിങ്ങൾ. എന്താണ് മരണം എന്ന് പറയുന്നത്? ഏതാണ് അതിക്രമം, ഏതാണ് പാപം? അതിൻ്റെ വിശദീകരണമാണ് കാണുന്നത്. ദയവായിട്ട് വാക്യം ഒന്ന് വായിക്കുകയും കൂടെ വേണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ അഥവാ ആ മരിച്ച അവസ്ഥയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതി, ഈ ലോകത്തിൻ്റെ കൾച്ചറിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോയി. എവിടെയായിരുന്നു മരിച്ചത്? ആ വാക്യം ഒന്നും തെറ്റിച്ചാർക്കും വായിക്കാൻ ഒക്കുന്നതല്ല. ഒന്ന് വായിച്ചാട്ടെ ദയവായി. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നിങ്ങൾ പണ്ട് എവിടെയാണ് മരിച്ചിരുന്നത്? ചില ശക്തികളെ നിങ്ങൾ അനുസരിച്ചു. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, ആ മുമ്പേ പറഞ്ഞ തവളയുടെ കാര്യമായി പറയുന്നത്, ആ അശുദ്ധാത്മാവിൻ്റെ കാര്യമാണ് പറഞ്ഞ. തവള അശുദ്ധാത്മാവാണെന്ന് മുമ്പേ കണ്ടു. ആ അശുദ്ധാത്മാവ് അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഓഫ് റിബലിയൻ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. സ്പിരിറ്റ് ഓഫ് റിബലിയൻ എന്ത് പറഞ്ഞാലും അതിനോട് എതിർക്കുന്ന ഒരു സ്വഭാവം ചിലർക്കുണ്ട്. ആ സ്വഭാവം ഉള്ളവരിൽ ഈ ആത്മാവിന് കൂടുതൽ വേരുണ്ട്. ആ കാര്യവും മറക്കരുത്. തൻ്റെ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, അതായത് ആ പൈശാചിക വ്യാപാരം, അവൻ്റെ വക തന്നെയാണ് കാലഗതി. കഴിഞ്ഞ വർഷത്തെ സമ്പ്രദായമല്ല ഈ വർഷം, കഴിഞ്ഞ വർഷത്തെ ഫാഷനല്ല ഈ വർഷത്തെ ഫാഷൻ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന നിങ്ങൾ, അഥവാ അതാത് കാലങ്ങളിൽ നിലവിൽ വരുന്ന പുതിയ ഫാഷനുകളും കാലഗതിക്കും അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന റിബലിയൻ്റെ ആത്മാവിനും നിങ്ങൾ അനുസരണമുള്ളവരായിരുന്നു. അങ്ങനെ നിങ്ങൾ നടന്നു. അപ്പോൾ നിങ്ങൾ ദൈവഗ്രഹത്തിൽ മരിച്ചവരായിരുന്നു. ഈ പകൽ നാം ദൈവഗ്രഹത്തിൽ മരിച്ചവരോ അശുദ്ധ ശക്തിക്ക് മരിച്ചവരോ, ദൈവഗ്രഹത്തിൽ ജീവിക്കുന്നവരോ അശുദ്ധ ശക്തിക്ക് ജീവിക്കുന്നവരോ എന്ന് നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുവാൻ ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ കാലഗതി, ദ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, നമ്മുടെ ജീവിതവും ഉപദേശവും നമ്മൾ സൂക്ഷിക്കണം. 1 തീമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, ടേക്ക് ഹീഡ് അൺടു തൈസെൽഫ് ആൻഡ് അൺടു ദ ഡോക്ട്രിൻ, കണ്ടിന്യൂ ഇൻ ദം, ഫോർ ഇൻ ഡൂയിങ് ദിസ്
Thou shalt both save thyself and them that hear thee. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ ഉപദേശത്തെയും നിന്റെ ഉപദേശം കേൾക്കുന്നവരെയും രക്ഷിക്കും. നമ്മെ തന്നെയും നമ്മുടെ ഉപദേശം കേൾക്കുന്നവരെയും രക്ഷിക്കണം. അതെന്താ രക്ഷിക്കുക എന്ന് പറയുന്നത്? നമ്മൾ പണ്ടേ രക്ഷിക്കപ്പെട്ടവരല്ലേ? അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച ഏവനും രക്ഷിക്കപ്പെട്ടവനാ. പിന്നെ എന്നാ നിന്നെ രക്ഷിക്കും എന്ന് ഭാവികാല ആത്മാവിൽ പറയുന്നത്? ആ പദപ്രയോഗം ഭാവികാലമാണ്. നിന്നെ തന്നെ രക്ഷിക്കും, മറക്കരുത്. ഞാൻ ഒരു വാക്യം കൂടെ നോക്കിക്കോട്ടെ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 14-16 വാക്യങ്ങളിൽ 14-15 വാക്യങ്ങളിൽ നമ്മുടെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിച്ചവരല്ലോ അവർ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചു. നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചു. നിങ്ങളൊരു തീരുമാനവും എടുത്തു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതിന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന സകല പ്രമാണങ്ങളെയും മുറുകെ പിടിപ്പീൻ. ഈ രക്ഷയിൽ തുടരണമെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചേ മതിയാകുള്ളൂ. ഇത് റോമലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ തുടങ്ങി രക്ഷയുടെ ത്രികാല സ്ഥിതിയെ നമ്മൾ തൊട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് ഓടിച്ചു തൊട്ടേച്ച് ഞാൻ പറഞ്ഞു. ഈ ആഴ്ചയിൽ ഇവിടെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഒന്ന് ഓടിച്ചു തൊട്ടിരുന്നു, തിരിച്ചു വരാമെന്ന് പറഞ്ഞു. റോമലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. For now it is nearer unto us than the time that we believed. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തു വന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആകയാൽ വിശ്വസിച്ച മാത്രയിൽ രക്ഷ പ്രാപിച്ചു എന്ന് പറയുന്ന പലരുമുണ്ട്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. രക്ഷ പ്രാപിക്കും എന്ന ഫ്യൂച്ചർ ടെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, മറക്കരുത്. കാരണം ഫിലിപ്പ് ലേഖനം 2:12 വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ലഭിച്ച പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ പ്രമാണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വരുവാനുള്ള രക്ഷയുടെ പൂർണ്ണതയിൽ നാം എത്തിച്ചേരുകയുള്ളൂ എന്ന് വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. രക്ഷയുടെ ത്രികാല പഠനത്തിൽ അടുത്ത വാക്യം ഫിലിപ്പ് ലേഖനം 1:6 Who began the good work in you will carry it on to completion until the day of Christ Jesus. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ദൈവം നമ്മിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. എന്നിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. എന്നാൽ ഒരു പാട്ടുകാരൻ ഒരിക്കൽ പാടി, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നു ഈ പോർക്കളത്തിൽ കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം. ആ മനുഷ്യരിൽ വീണുപോയവരുടെ അസ്ഥികൂടങ്ങൾ ഞാൻ ഭീകരമായി കാണുന്നു. വിശ്വാസത്തിന് വേണ്ടി ഓടിയ ശേഷം പിന്മാറ്റത്തിലേക്ക് പോയവർ, നാം പിന്മാറ്റത്തിലേക്ക് പോകാതെ നമുക്ക് കിട്ടിയത് മുറുകെ പിടിക്കാം. ഫിലിപ്പ് ലേഖനം 3:14 പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്ന ഒരു ഓട്ടമാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷത്തിന് എന്ത് പ്രത്യേകതയുണ്ട്? ഞാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ കൂടെ നിത്യതയോട് അടുക്കുകയും എൻ്റെ ജീവിതത്തിൽ പുതുമകൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തോട് അടുക്കുകയും ചെയ്യുന്ന, നാൾ തോറും രൂപാന്തരം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിക്കുകയാണ്. രക്ഷയുടെ ത്രികാലാവസ്ഥയുടെ 3-ാമത്തെ ഭാഗം 1 പത്രോസ് 2:11 പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലുവീൻ. രക്ഷിക്കപ്പെടുവാൻ തീരുമാനമെടുത്ത ശേഷവും യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്ത ശേഷവും നമ്മുടെ ആത്മാക്കളോട് പോരാടുന്ന ജഡ അഭിലാഷങ്ങൾ ഏതു മനുഷ്യനിലും ഉണ്ടാകും. ഈ ജഡ അഭിലാഷങ്ങളെ ജയിക്കുന്നതാണ് മുൻപിലേക്ക് പോകുവാനുള്ള പാത എന്ന് മറക്കരുത്. തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ടു. മർമ്മമെന്ന് പറയുന്നത് പൂർണ്ണമായി വെളിപ്പെടാത്ത ഒരു രഹസ്യമാണ്, എല്ലാവർക്കും വെളിപ്പെട്ടിട്ടില്ല. അധർമ്മത്തിൻ്റെ മർമ്മം, അതിൻ്റെ ചില രഹസ്യങ്ങൾ
എല്ലാവരെയും കണ്ടാൽ ഒരുപോലെ അല്ലിരിക്കുന്നത്, എല്ലാവരുടെയും ചിന്ത ഒരുപോലല്ല. ചിലരുടെ മുഖച്ഛായ കണ്ടുവെച്ച ആളുകൾ പറയും ഇവന് വേറെ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ചിലരുടെ ബിഹേവിയർ പാറ്റേൺ, ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകും. ബോഡി ലാംഗ്വേജ് കണ്ടുവെച്ച ആളുകൾ പറയും ഇവൻ ഈ വന്ന ഉദ്ദേശത്തിന് വേണ്ടി അല്ല വന്നത്, ഇവന് വേറെ എന്തോ ചിന്തയകത്തുണ്ട്. തേണ്ടേ അതിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. എല്ലാവരും നടക്കുന്നത് പോലെ നടക്കാതെ, എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാതെ, എന്തോ ചില പ്രത്യേകതകൾ ചിലരിലൊക്കെ കണ്ടു തുടങ്ങിയാൽ അതിനകത്ത് എന്തോ ചിലതുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടയുന്നവൻ മാറിപ്പോകണം. ആരാ ഇതുവരെ തടയുന്നവൻ? സഭയാണ് ഇതുവരെ തടയുന്നവൻ. അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെടാതെ വണ്ണം ഇതുവരെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങളും ഞാനുമാ, ദൈവസഭയും അതിൻ്റെ ഉപദേശങ്ങളുമാ. സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നതോടെ പരിശുദ്ധാത്മാവും ഇവിടെ നിന്ന് മാറ്റപ്പെടും. അതുകൊണ്ട് ഇതുവരെ തടയുന്നത് സഭയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമാണ്. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകുക മാത്രം വേണം. അത് മാറിപ്പോയാൽ അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെട്ടു വരും. അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെട്ടു വരും. തേണ്ടേ ജഡാഭിലാഷം, ലോകമയത്വം, ഇവ എല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. സാധാരണക്കാരിലും ആത്മീയരിലും ശുശ്രൂഷകന്മാരിലും എല്ലാം ഇത് വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ അന്നന്ന് ശരീരത്തെ ദണ്ണിപ്പിച്ച് കീഴടക്കി അതിൻ്റെ മേൽ ജയമെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. നാം ആ കൂട്ടത്തിലുള്ളവരാകണം. എനിക്കൊന്ന് ഗൗരവമേറിയ ചിന്തകളാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ മുഴുവനും കൺവേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അന്തിമ കാലത്ത് ഇത് ഓർപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഇത് എന്ന് ഓർപ്പിക്കാനാ? അതുകൊണ്ട് ദൈവമക്കൾ ദയവായി ഇത് ഓർത്ത് അത് അംഗീകരിക്കുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. സീലിംഗ് ഓഫ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. സാത്താൻ തനിക്കുള്ളതിൻ്റെ മേൽ അടയാളമിടുന്നത് പോലെ ദൈവവും തനിക്കുള്ളതിൻ്റെ മേൽ അടയാളമിടുന്നു. സാത്താൻ അടയാളമിടുന്ന കൂട്ടത്തിൽ വിസിബിളുമുണ്ട്, ഇൻവിസിബിളുമുണ്ട്, ദൃശ്യമായതുമുണ്ട്, അദൃശ്യമായതുമുണ്ട്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സീല് ദൈവം ജനത്തിൻ്റെ മേൽ, തൻ്റെ ജനത്തിൻ്റെ മേൽ കൊടുക്കുന്നതിലും വിസിബിളും ഇൻവിസിബിളും ഉണ്ട് എന്ന് മറക്കരുത്. ആത്മാവ് അഗ്നിജ്വാലയുടെ രൂപത്തിൽ വെളിപ്പെട്ട് ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. പക്ഷേ ഇന്ന് അത് പതിഞ്ഞിരിക്കുന്നത് കാണത്തില്ല. ആത്മാവ് ഇന്നുമുണ്ട്. ദാറ്റ് ഈസ് ഇൻവിസിബിൾ, അദൃശ്യമായത് വരുന്നു. പക്ഷേ ആത്മാവ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുകയും ദിവ്യമായ പ്രകൃതിയിലും ദിവ്യമായ കൾച്ചറിലും നാം നടക്കുകയും ചെയ്യുന്നു. ദിവ്യമായ കൾച്ചറും ദിവ്യമായ സ്വഭാവവും തൻ്റെ വിസിബിളാണ്, മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നതാണ്. സാത്താൻ തനിക്കുള്ളതിനെ മാർക്ക് ചെയ്യുന്നത് പോലെ ദൈവവും തനിക്കുള്ളതിനെ മാർക്ക് ചെയ്യുന്നു. രണ്ടായി ജനം വേർതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ മുദ്രയേറ്റവരുടെ എണ്ണത്തെക്കുറിച്ച് എടുത്തു പറയുന്നത് കാണാം. ആത്മീക ഭാഷയാണിത്. കാണത്തക്കവണ്ണം ഒരു മുദ്രയിട്ടതല്ല, ഇൻവിസിബിളായ ഒരു മുദ്രയാണിത്. നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോഴും ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആർക്കും തീർക്കാത്ത ഒരു മഹാപുരുഷാരം വെള്ളനില അങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലകളുമായി ദൈവത്തെ എതിരേൽപ്പാൻ വരുന്നുണ്ട്. മുദ്രയേറ്റവർ എണ്ണിത്തീരാൻ കഴിയാത്തിടത്തോളമുണ്ട്. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും എണ്ണിത്തീർക്കാവുന്ന അളവേ ഉള്ളൂ, 144,000 പേരേ ഉള്ളൂ. അതിൻ്റെ വെളിയിൽ നിന്ന് മുദ്രയേറ്റവർ നാം ഉൾപ്പെടെ ആയിരങ്ങൾ, ലക്ഷങ്ങൾ എണ്ണിത്തീർക്കാൻ കഴിയാത്തൊരു പുരുഷാരമുണ്ട്. ഈ കാര്യം മറക്കരുത്. ഓരോ തലമുറകളിൽ ഓടിയവർ ദൈവസന്നിധിയിൽ പ്രതിഫലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാനും നിങ്ങളും കൂടെ ഓടി തികച്ച് അവിടെ എത്തിയ ശേഷം പ്രതിഫലം ഒരുമിച്ച് കൊടുക്കുന്നതായിരിക്കും. ഇതുവരെയുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ ഏറെക്കുറെ ഞാൻ തൊട്ടതാ, വിശദീകരിച്ചില്ല. ഇന്നുകൊണ്ട വിശദീകരണമായി. ഇനിയും യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ പ്രത്യേക ലക്ഷ്യങ്ങളെക്കുറിച്ച്, ഉദ്ദേശങ്ങളെക്കുറിച്ച് എടുത്തു പറയുവാനായി താല്പര്യപ്പെടുന്നു. ഒന്ന്, തൻ്റെ സഭയുടെ പുനരുത്ഥാനമാണ്, സഭയെ രക്ഷിക്കുക. 2, റിസ്റ്റോറേഷൻ ഓഫ് ഇസ്രയേൽ, ഇസ്രയേലിനെ രക്ഷിക്കുക. 3, റിസ്റ്റോറേഷൻ ഓഫ് ദ വേൾഡ്, ഈ ഭൂമിയെ ദൈവത്തിൻ്റെ കോളനിയാക്കി എടുക്കുക. ദൈവിക പ്രത്യേകതകളുള്ള, ദൈവിക കൾച്ചറുള്ള, ദൈവിക സമ്പ്രദായങ്ങളുള്ള ദൈവത്തിൻ്റെ കോളനിയാക്കി ഈ ഭൂമിയെ മാറ്റുക. അതിനു വേണ്ടിയായിരുന്നു ദൈവം ഭൂമിയെ ലൂസിഫറിൻ്റെ കയ്യിൽ ആരംഭത്തിൽ ഏൽപ്പിച്ചത്. അമ്പേ അവൻ കളഞ്ഞു തൊലച്ചു. 2, ദൈവം ആദമിനെ ആക്കിയത് അതിനു വേണ്ടിയായിരുന്നു. ആദം വീണുപോയി. ദൈവം നോഹയാക്കിയത് അതിനു വേണ്ടിയായിരുന്നു. നോഹ വീണുപോയി. ദൈവം അബ്രഹാമിനെ വേർതിരിച്ച്
അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ തൻ്റെ പുത്രനെ അയച്ച് പാപത്തിൻ്റെ ശിക്ഷ കാൽവറിയിൽ കൊടുത്ത ശേഷം പെന്തക്കോസ് നാളിൽ തൻ്റെ ആത്മാവിനെ അയച്ച് എന്നെയും നിങ്ങളെയും അഭിഷേകം ചെയ്തത് ആ കോളനിയായി ഭൂമിയെ തിരിച്ചു കൊണ്ടുവരാനാണ്. ആകയാൽ നാം പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നാം കാത്തു നിൽക്കുന്നു. നാലാമത്തേത് ഒരു മില്ലീനിയം ഗവൺമെൻറ്. ഇവിടെ ലോക ഗവൺമെൻറ്റുകൾ മുഴുവനും തിരിഞ്ഞും മറിഞ്ഞും കളിച്ചിട്ട് ഇന്ന് വരെ നല്ല ഒരു ഭരണമുണ്ടാക്കുവാൻ ആരെക്കൊണ്ടും കഴിഞ്ഞിട്ടില്ല. ഒരു നല്ല ഭരണം, തെറ്റില്ലാത്ത ഭരണം ഇവിടെ കൊണ്ടുവരേണ്ടതിന് ഒരു മില്ലീനിയം ഇവിടെ ദൈവം സ്ഥാപിച്ചിരിക്കും. 5 കിങ്ഡം ഡെലിവേർഡ് അണ്ട് ഹിസ് ഫാദർ. ആ രാജ്യം തൻ്റെ പിതാവിൻ്റെ കയ്യിൽ തിരികെ ഏൽപ്പിക്കും. 7ാമത്തെ മുദ്രയും, മുദ്രയുള്ള പുസ്തകത്തിൻ്റെ 7ാമത്തെ മുദ്രയും പൊട്ടിച്ച് ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ് തിരികെ എടുത്ത് ഭൂമിയിൽ ഭരണം ദൈവഹിതപ്രകാരം ഉള്ളത് നടത്തി ഞാനും നിങ്ങളും രാജാക്കന്മാരെ പോലെ തേജസ്സിൻ്റെ സിംഹാസനങ്ങളിൽ ഇരുന്ന് ദൂതന്മാരെ വരെ ന്യായം വിധിച്ച ശേഷം ഭൂമിയെ ന്യായത്തോടെ നീതി താല്പര്യത്തോടുകൂടെ ഭരിച്ച ശേഷം ആ ഭരണത്തോട് ഉൾപ്പെടെ തൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഭൂമിയെ പരമേൽപ്പിക്കും. ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായും, ഒരുപാട് വേറെ ഉണ്ട്, പ്രധാനമായും ഈ 5 ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ മടങ്ങിവരവ്. 1, സഭയുടെ ഉദ്ധാരണം, ദ റാപ്ചർ. റിവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. ആ സമയത്ത് റിവാർഡുകളും ഓണറുകളും ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്നതായി കാണാം. അത് ഞാൻ പിന്നെ വിശദീകരിച്ചോളാം. ഒരു ദിവസം ഇതേ ഭാഗം തൊട്ടേച്ച് പോയി റിവാർഡ്സിൽ ഞാൻ വന്നോളാം. മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം വെക്കുന്നതായിരിക്കും അതിപ്രധാനമായ കാര്യം. സഭയുടെ പുനരുത്ഥാനത്തിൽ സഭയെ ഉദ്ധരിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ താല്പര്യമാകുന്ന മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം വയ്ക്കുന്ന ഹി ടെൻസ് വിത്ത് മാൻ, ഇമ്മാനുവേൽ. ഇതാ ദൈവം മനുഷ്യനോടുകൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന് യേശുവിനൊരു പേരുണ്ടായിരുന്നു. സാക്ഷാൽ നമ്മോടുകൂടെ വസിക്കുവാൻ. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഹി ടെൻഡ് വിത്ത് അസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. പഴയ നിയമ കൂടാരങ്ങൾ അടിച്ച് അതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വസിച്ചതുപോലെ സഭയുടെ നടുവിൽ തൻ്റെ സാന്നിധ്യം കൊണ്ടുവരിക, അതായിരിക്കും വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. യഹോവ വെയിലറിയപ്പോൾ തോട്ടത്തിൻ്റെ നടുവിൽ നടന്ന ഒച്ചയവർ കേട്ടു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, വെയിലാറുന്ന സമയത്ത് യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരികയും ആദം ഹവ്വമാരോട് കൂടെ നടക്കുകയും ചെയ്ത ഒരു പതിവ് ആദിമ ഏദനിലുണ്ടായിരുന്നു. അതേ ആദിമ ഏദനിൽ ഉണ്ടായിരുന്ന ആ അനുഭവം പോലെ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം വയ്ക്കുന്ന ഒരു ദിവസം വരും. ഹി ടെൻഡ് വിത്ത് അസ്, നമ്മോടുകൂടെ വസിക്കുവാൻ. മധ്യാകാശത്തിൽ നാം യേശുവിനോടുകൂടെ പന്തിക്കിരിക്കും. കർത്താവിൻ്റെ തിരുമേശ കഴിഞ്ഞ് പിരിയുമ്പോൾ നാം പറയാറുള്ള ഒന്നാണ്, കർത്താവിൻ്റെ തിരുമേശ വിളിച്ചറിയിക്കുന്ന ഒന്ന്, ഇനി ഒരു ദിവസം യേശു മടങ്ങി വരികയും മധ്യാകാശത്തിൽ ക്രിസ്തുവിനോടൊപ്പം പന്തിക്കിരിക്കുകയും ആണിപ്പഴുതുള്ള തൻ്റെ തൃക്കരങ്ങളാൽ തേണ്ട അപ്പവീഞ്ഞുകൾ നമുക്ക് വേണ്ടി എടുത്തു തരികയും ചെയ്യും. അത് യേശുവിൻ്റെ വാഗ്ദത്തമാണ്. ആ ദിവസത്തിൽ ഒന്നിലേക്ക് നാം നോക്കി പാർക്കുകയാണ്. എന്നാൽ ഇന്ന് ജീവനോടിരിക്കുന്ന നാം എന്തു ചെയ്യണം? ഇന്ന് വിശുദ്ധ കൂട്ടായ്മ നമ്മുടെ കടമയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20 മുതൽ 20-ാമത്തെ വാക്യത്തിൽ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നിടത്ത് കർത്താവ് ഇല്ലെന്നല്ല പറഞ്ഞത്, ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയാണ് 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത്. 2-3 പേർ ഒരുമിച്ച് കൂടുക എന്നത് യേശുക്രിസ്തുവിൻ്റെ താല്പര്യമാണ്. ആ താല്പര്യത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുന്നവർ അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് യേശു അരുളി ചെയ്തു. എബ്രായ ലേഖനം 3:14 വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൻ്റെ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. നമ്മുടെ വിശ്വാസം ഇടയ്ക്ക് ത്യജിക്കുന്നുവെങ്കിൽ ഇന്നു കൂടി വന്നതൊക്കെ ശരിയാണ്, പക്ഷെ ക്രിസ്തുവിൻ്റെ പങ്കാളിത്വം നമുക്ക് ലഭിക്കയില്ല. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാം. ആ പങ്കാളിത്വത്തിൽ ഇരിക്കേണ്ടതിന്, ആ പങ്കാളിത്വത്തിൽ തുടരേണ്ടതിന് 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് എൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞതിനായി സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങളൂടെ ദയവായി വായിക്കണമേ. എബ്രായ ലേഖനം 10-ാം അധ്യായം 24-25. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹത്തിനും വർദ്ധിച്ചു വരുവാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക.
നാം മാതൃക കാട്ടി മറ്റുള്ളവരെ കൂടെ സ്വീകരിക്കേണ്ടവരാണെന്ന് വായിച്ചാട്ടെ. 10-ാം അധ്യായം 24-25. ചിലർ ചെയ്യുന്നത് പോലെ നമ്മളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. മറക്കരുത്, ചിലർ തങ്ങളുടെ സഭായോഗങ്ങളെ അലക്ഷ്യമാക്കും. കൊറോണയുടെ ആ ഒരു സാഹചര്യം ദേശത്ത് നിന്ന്, ലോകത്തിൽ നിന്ന് തന്നെ അധികം ആരാധനകളും നിന്നുപോയി. ക്രിസ്തീയ ആരാധനകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ആരാധനയുടെ ഏറ്റവും പ്രധാന ഭാഗം നാം തമ്മിലുള്ള ഐക്യവും നാം തമ്മിലുള്ള ഒരുമയുമാണ്. അതൊക്കത്തെ ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറി. അങ്ങനെ ക്രിസ്തീയ ആലയങ്ങൾ അടച്ചിട്ടു, ആരാധനകൾ നിന്നുപോയി. ഈ സമയത്ത് ക്രിസ്തു വിരോധികൾ അങ്ങേയറ്റം പ്രവർത്തിച്ചു. ആരാധനകളെ അടിച്ച് ചിതറിച്ചു കളഞ്ഞു. നിശ്ചയമായും സൂം മീറ്റിങ്ങും മീഡിയ മീറ്റിങ്ങുകളും അന്ന് പ്രയോജനമായിരുന്നു എങ്കിലും അതോടുകൂടെ ഒരു റോങ് കൾച്ചർ അകത്തോട്ട് കയറി. ഇനി നമുക്ക് ഒരുമിച്ച് കൂടിയിട്ട് കാര്യമില്ല, അല്ലാതിരുന്നിട്ടും കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒരിക്കലൊരാൾ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. കമൻറ്റിനകത്ത് ഇങ്ങനെയായിരുന്നു: ആരാധനകൾ നടന്നിട്ട് ഒത്തിരി കാലമായി, കൺവെൻഷനുകൾ നടന്നിട്ട് ഒത്തിരി കാലമായി, ആർക്കും അതുകൊണ്ട് ഒരു ദോഷവും വന്നില്ലെന്ന്. എൻ്റെയോടോ ഒത്തിരി പേര് ചത്തുപോയി, തനിക്കൊരു ദോഷവും വന്നില്ലല്ലോ. ഒത്തിരി പേരുടെ ജീവിതം നഷ്ടമായി, തനിക്കൊരു നഷ്ടവും വന്നില്ലല്ലോ. തൻ്റെ കണ്ണ് അത്രേ കാണത്തുള്ളൂ. പക്ഷെ ഒരു ആത്മീയൻ്റെ കണ്ണ് തുറന്നതാണ്. ആ തുറന്ന കണ്ണുകൊണ്ട് ആത്മീയന് കാണാം ഇവിടെ സംഭവിച്ച ആത്മീക നഷ്ടം. എതിർ ക്രിസ്തുവിൻ്റെ പ്രചരണങ്ങൾ വർദ്ധിക്കുവാൻ കാരണമായത് സഭയുടെ പ്രാർത്ഥനയാണ്. ചിലർ ചെയ്യുന്നത് പോലെ വേറെ ചിലർ ദുർമാതൃക കാണിക്കാറുണ്ട്. അവരുടെ ദുർമാതൃകയാണ് സഭായോഗങ്ങളെ അലക്ഷ്യമാക്കുക, കൂടിവരവുകളെ അലക്ഷ്യമാക്കുക. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഈ പ്രബോധനം എങ്ങനെയൊക്കെ ആകാം. വാക്കുകൾ കൊണ്ടുള്ള പ്രബോധനമുണ്ട്, അതിനേക്കാൾ ഉപരിയാണ് മാതൃക കാണിക്കുന്ന പ്രബോധനം. ബഥേൽ നമുക്ക് മാതൃകകളായി മാറണം. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമെന്നുള്ളതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. എൻ്റെ സഹോദരവർഗത്തിന്, ലോകത്തിന് ഞാനൊരു മാതൃകയാണ്. എൻ്റെ മുടി വെട്ടുന്നതിൽ, ഞാൻ ഷേവ് ചെയ്യുന്നതിൽ, എൻ്റെ ഡ്രസ്സ് ധരിക്കുന്നതിൽ, ഞാൻ വാചകങ്ങൾ ഉദ്ധരിക്കുന്നതിൽ, ഞാൻ മറ്റുള്ളവരുമായി പ്രതികരിക്കുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, ആരാധിക്കുന്നതിൽ ഞാനൊരു മാതൃകയായിരിക്കണം. അന്യോന്യം സൂക്ഷിക്കുക, ഒരു മാതൃകാദോഷം വരുത്തരുത്. നാം ഒരു മാതൃകാദോഷം വരുത്താതെ നാളടുക്കും തോറും അത് അധികമായി ചെയ്യേണ്ടതാണ്. ആദ്യ വിശ്വാസം അന്ത്യത്തോളം കൊണ്ടുപോകുവാൻ നാളടുക്കും തോറും നാം ഉത്സാഹിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. മുന്നോട്ട് വരാം. അബ്രഹാമിനെ ദൈവം വേർതിരിച്ച് അബ്രഹാമിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കാര്യം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. അബ്രഹാമാണ് ടെൻ്റടിച്ച് ആരാധിക്കുന്നതിൽ വേദപുസ്തകത്തിലെ ഒന്നാം ചരിത്ര പുരുഷൻ. വിളിക്കപ്പെട്ട അബ്രഹാം പോയിടത്തെല്ലാം ഓരോ ടെൻറ്റുകൾ അടിച്ചു. അബ്രഹാം അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയെ ആരാധിച്ചു. ആദ്യത്തെ യാഗപീഠം പണിയുവാൻ കൂടാരമടിക്കുന്നത് അബ്രഹാമാണ്. അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ മരുഭൂമിയിൽ വന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ മരുഭൂമിയിൽ ഒരു കൂടാരമുണ്ടാക്കണം. തൻ്റെ ജനം കൂടി വന്ന് ആരാധിക്കുന്നതിനുള്ള ദൈവപ്രമാണം ആദ്യം മുതൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊരിക്കൽ മനുഷ്യനോടുകൂടെ സംസർഗം ചെയ്യുവാൻ ആഗ്രഹിച്ച ദൈവം, വരുവീൻ നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ് ദൈവിക കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച കാലം മുതൽ ദൈവത്തിൻ്റെ താല്പര്യം മനുഷ്യരോട് കൂടെയാണ്. ആകയാൽ അബ്രഹാം കൂടാരങ്ങളിൽ ആരാധിച്ചു. തൻ്റെ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീയും കൂടാരമുണ്ടാക്കണം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെയായിരിക്കണം. മോശേ, അങ്ങയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു കൂടാരം പണിതാൽ അതിനകത്തേക്ക് ഞാൻ വരികയില്ല മോശേ, പകരം ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമായിരിക്കണം. നാം അന്യോന്യം മാതൃക കാണിപ്പാൻ കടംപെട്ടവരാണ്. ക്രിസ്തു നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. ആലയത്തിൻ്റെ മാതൃകയും പർവ്വതത്തിൻ്റെ മുകളിൽ മോശയ്ക്ക് കാണിച്ചു കൊടുത്തേച്ച് പറഞ്ഞു, ഇതുപോലെ വേണം പണിയാൻ. ഞാൻ ഭാഗത്ത് ഒന്നുകൂടെ വന്നോളാം.
അതിനുശേഷം വിശുദ്ധ കൂട്ടായ്മ, ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കുമെന്ന് ലേവ്യർ 26:11 പറഞ്ഞു. നിങ്ങൾ കൂടാരത്തിലെ ആരാധന തുടരേണം, നിങ്ങൾ ഒരുമിച്ച് വരേണം, ശീലോവിലുള്ള എൻ്റെ ആലയത്തിൽ കൂടണം, നിങ്ങൾ ഒരുമിച്ച് വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ബേഥേൽ നമുക്ക് മാത്രമല്ല, സകല ക്രൈസ്തവനും ദൈവം തന്നിരിക്കുന്ന, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ഏതു മനുഷ്യനും തന്നിരിക്കുന്ന പ്രമാണമാണ്. ഇതിൽ നിന്ന് അടിച്ചു മാറ്റുവാൻ പലരും ഉണ്ടെങ്കിലും ഇന്ന് പകൽ കർത്താവിന് വേണ്ടി നേരെ നിൽക്കുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം ശലോമോനോട് ദൈവം പറഞ്ഞു, നീ ഒരാലയം പണിയണം. അല്ലെങ്കിൽ ദാവീദ് മുഖേന ഒരാലയം പണിയുവാൻ ദാവീദ് ആഗ്രഹിച്ചു. എന്നാൽ ശലോമോനെ കൊണ്ടാണ് ദൈവം അത് നിവർത്തിച്ചത്. ഞാൻ അതിനപ്പുറത്തോട്ട് പോകുന്നില്ല. 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ, അവൻ എൻ്റെ നാമത്തിനൊരു ആലയം പണിയും, ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ആ ആലയത്തിൻ്റെ 1ഉം 2ഉം ചിത്രങ്ങൾ ആ ആലയത്തിൻ്റേതാണ്. 3ാമത് കാണുന്ന ചിത്രം ഇന്ന് യെരുശലേമിലുള്ള ആലയത്തിൻ്റേതാണ്. ശലോമോൻ പണിത ആലയത്തെ ഒന്നുകൂടെ വിശദമായി കാണേണ്ടതിന് വേണ്ടി അതിൻ്റെ 2 ചിത്രങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കലാകാരന്മാർ വരച്ചു തരുന്ന പക്ഷേ പൂർവ്വവുമായി ബന്ധമുള്ള ചിത്രങ്ങളാണ് ഈ കാണുന്നത്. അതിൻ്റെ അളവുകളും കണക്കുകളും എല്ലാം ഇസ്രായേലിനുണ്ട്. ബൈബിളിൽ പോലും പലതും കിടപ്പുണ്ട്. ആ അളവുകളിലും കണക്കുകളിലും പണിതതാണ്. ഇതിനെക്കുറിച്ച് ദാവീദ് പറയുന്നു ഒന്ന് ശ്രദ്ധിച്ചാലും മാതൃകയ്ക്കും പ്രമാണമുണ്ട്. 1 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, ഇവയെല്ലാം, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോണം. ഈ ആലയം പണിയുന്നതിനെക്കുറിച്ച് ദാവീദ് ശലോമോനോട് പറയുകയാണ്, മോനെ ശലോമോനെ, അല്ല യെരുശലേമിലെ മൂപ്പന്മാരെ, ഈ ആലയത്തിൻ്റെ എല്ലാ വിശദീകരണങ്ങളും യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ അറിയിച്ചു. തൻ്റെ മോശയുടെ കയ്യിൽ 10 കൽപ്പനകൾ 2 പലകകളിലായി എഴുതി കൊടുത്തു. തുടർന്ന് ആലയത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുത്തു. ഇത് കണ്ടോ, ഇത് എഴുതി തരുന്നില്ല, അത് കേവലം ഒരു ടെൻഡാ. എന്നാൽ കുറച്ച് നാളും കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി പണിയുന്ന ആലയം ശലോമോൻ പണിയുവാൻ വന്നപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് ഡ്രോയിങ് വരച്ച് ഡയമെൻഷൻസ് മാർക്ക് ചെയ്തെന്ന്. എന്താ ഞാൻ ഈ പറയുന്നത്? വേദപുസ്തകത്തിലെ സത്യമാണ്. ഡ്രോയിങ് കൈകൊണ്ട് വരച്ച് അതിൻ്റെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്തു. പുറപ്പാട് പുസ്തകത്തിൽ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം തിരുനിവാസം നിവർക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഉണ്ടാക്കുന്നത് മാത്രമാ മാതൃക പ്രകാരമല്ല, നിവർക്കുന്നത്. ആദ്യം കിഴക്ക് വശം ഉയരണോ പടിഞ്ഞാറ് വശം ഉയരണോ? ആദ്യം ഏത് തൂണാണ് നാട്ടേണ്ടത്? ആ തൂണിനെ എങ്ങനെ ബലപ്പെടുത്തണം? പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ കൂടാരം നിവർത്തേണം. ആരാധനയും ദൈവസഭയും കുത്തഴിഞ്ഞ പുസ്തകമല്ല, തോന്നിയതുപോലെ പോകുന്നതല്ല. ഒരുത്തൻ അങ്ങനെയും വേറൊരുത്തൻ ഇങ്ങനെയും തോന്നിയാൽ കാണിക്കുന്നതിനകത്ത് ദൈവസാന്നിധ്യം വേണമെന്നില്ല. അവിടെ വരുന്നത് വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച അധർമ്മത്തിൻ്റെ വ്യാപാരമാണെങ്കിൽ, ഭൂതാത്മാക്കളാണെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം ആരാധിപ്പാൻ ഒരുമിച്ച് കൂടുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഒരു ആലയത്തിൻ്റെ പണി ദൈവം മോശ മുഖേന കൊടുത്തു. അതിനുശേഷം ദൈവം തൻ്റെ ശലോമോൻ്റെ കയ്യിലും അത് ഏൽപ്പിച്ചു. മോശ മുഖേന പണി നടത്തുമ്പോൾ അതിൻ്റെ മാതൃകകളും ഡയമെൻഷനും എഴുതി കൊടുത്തില്ല, കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, 2 വ്യക്തികളെ ഞാൻ പ്രത്യേകമായി അഭിഷേകം ചെയ്തിട്ടുണ്ട്. ആ 2 വ്യക്തികളിൽ ഞാൻ ജ്ഞാനാത്മാവ് കൊണ്ടവരെ നിറപ്പിച്ചിരിക്കുന്നു. നീ ഇത് പറയുമ്പോൾ ഞാൻ കാണിച്ചു തന്നത് അവരുടെ ദർശനത്തിൽ വരും, അവരതുപോലെ പണിതിരിക്കും. ഓ ഗാഡ്, മനസ്സിലാകുന്നുണ്ടല്ലോ? ദാവീദിന് അതിൻ്റെ ആവശ്യം വന്നില്ല, കാരണം ഡയമെൻഷൻസ് ദൈവം മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നാൽ മോശയ്ക്ക് ഡയമെൻഷൻസ് അതുപോലെ ക്ലിയർ അല്ലാത്തതുകൊണ്ട്, ഡയമെൻഷൻസ് ഒത്തിരി ഉണ്ട്, എല്ലാം ക്ലിയർ അല്ലാത്തത് കൊണ്ട് 2 അഭിഷക്തന്മാരെ കൂടെ കാണിച്ചു. അവർ അന്നന്നത്തേക്കുള്ളത് പ്രാപിച്ച് അതുപോലെ പണിയുന്നവരായിരിക്കും. എന്തിനു വേണ്ടിയായിരുന്നു പഴയ നിയമ കൂടാരം? വചനം പഠിപ്പാനും കൂട്ടായ്മ ആചരിപ്പാനുമായിരുന്നു. ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാമോ? ആവർത്തന പുസ്തകം 31, 10 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ, വിമോചന സംവത്സരത്തിലെ കൂടാരപ്പെരുന്നാളിൽ ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വായിച്ചു. മോശെ അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ,
7 സംവത്സരം കൂടുമ്പോൾ ഉള്ള വിമോചന സംവത്സരത്തിലെ കൂടാര പെരുന്നാളിൽ ഇസ്രയേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രയേലും കേൾക്കെ അവരുടെ മുമ്പാകെ വായിക്കണം. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ടുപഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ജനത്തെ വിളിച്ചു മതി ഞാൻ അങ്ങ് ചുരുക്കി പറഞ്ഞോട്ടെ. എന്തിനാണ് നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത്? നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കണം. ഇവിടെ വായിക്കുവാനും പ്രബോധിപ്പിക്കുവാനും വിശദീകരിക്കുവാനും അവസരം വേർതിരിച്ച് നമ്മുടെ ആരാധനകളിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി തിരുവചന ശുശ്രൂഷയ്ക്കായിരിക്കും അങ്ങേയറ്റത്തെ സ്ഥാനം. അതിനിടയ്ക്ക് കഥ പറയുന്ന പതിവെനിക്കില്ല, തമാശ പറയുന്ന സ്വഭാവമില്ല. കാര്യം വചനത്തിന് അതിൻ്റെ ഗൗരവമുണ്ട്. ആരും പള്ളു പറയാനല്ലത് ഉപയോഗിക്കുന്നത്, പകരം തിരുവചനം പഠിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. നിങ്ങൾ ആലയത്തിൽ ഒരുമിച്ച് കൂടുന്നത് എന്തിന്? എൻ്റെ വചനം പഠിക്കണം. ആരെല്ലാം? സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും അത് പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് അറിയണം. നമ്മുടെ പുരുഷന്മാർ ഇത് ഗ്രഹിക്കണം. നമ്മുടെ സ്ത്രീകൾ ഇതിനകത്ത് നിലനിൽക്കണം. എന്തിന്? ഞാൻ നിങ്ങൾക്ക് തരുവാനുള്ള വാഗ്ദത്ത ദേശത്ത് നിങ്ങൾ യോഗ്യമായി പാർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നിങ്ങൾ നടക്കണം. പ്രതിഷ്ഠ എടുക്കുന്ന സമയമാണ്. ഇതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് തന്നെ. തുടർന്ന് നമ്മുടെ കടമകളിൽ പെടുന്നതാണ് പൊതു ഉപവാസങ്ങൾ. യോവേലിൻ്റെ പ്രവചനം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പീൻ, യാഗപീഠത്തിൻ്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവീൻ, എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പോയിരിക്കെ കൊണ്ട് നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിച്ചുകൂട്ടുവീൻ. രാവും പകലും ഒരുപോലെ ഉപവസിക്കുവാനും രട്ടുടുത്ത്, അന്നത്തെ ഉപവാസത്തിൻ്റെ അന്നത്തെ ബാഹ്യമായ പ്രകടനമായിരുന്നു രട്ടുടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ സുഖലോലിപത്വങ്ങളെ വിട്ട് ഇറങ്ങി വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ നിങ്ങൾ വന്നു കിടക്കണം. ബേഥേലിലെ സകല ശുശ്രൂഷകന്മാരുമേ, എവറി സിംഗിൾ ലീഡേഴ്സ് നമ്മൾ ഒരുമിച്ച് കൂടുവാൻ 24 മുതൽ അവസരമുണ്ട്. എനിക്കങ്ങോട്ട് നടത്തിപ്പ് തോന്നിയില്ല. നോ 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 നിങ്ങളെ നടത്തിപ്പ് തരാതെ വണ്ണം തടയുന്ന വേറൊരാർത്ഥന നടന്നിരുന്ന സമയത്ത് ഏർലി മോർണിംഗ് പ്രേയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഏർലി മോർണിംഗ് പ്രേയേഴ്സ് മേ ബി ഒരു 6 മണി 5 മണിക്കൊക്കെ ആളുകൾ എഴുന്നേറ്റ് ഒരു പ്രാർത്ഥന കഴിഞ്ഞ ശേഷം പോകുമായിരുന്നു. ചുറ്റുവട്ടത്തുള്ളവർക്ക് ഒരുമിച്ച് കൂടാമെങ്കിൽ ഞാനും വരാൻ ആഗ്രഹിക്കുന്നു. നമുക്കത് തുടങ്ങാം. ഏർലി മോർണിംഗ് ദൈവത്തോടുകൂടെ ആരംഭിച്ച് ഇവിടെ താമസിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്കതിനകത്ത് അവസരമുണ്ടായിരിക്കും. ഏർലി മോർണിംഗ് ആരംഭിച്ച് രാത്രിയിൽ തീരുന്നതുവരെ പല സെക്ഷനുകളായി ഒരുമിച്ച് കൂടി പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പീൻ, യാഗപീഠത്തിൻ്റെ ശുശ്രൂഷകന്മാരെ എവറി സിംഗിൾ ലീഡർ മുറയിടുവീൻ, എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കൊണ്ട് പ്രവാചകന്മാരെ കാണാനില്ല. സങ്കീർത്തന പുസ്തകത്തിലെ ഒരു വാചകമാണ്, ഞങ്ങളുടെ അടയാളങ്ങൾ ഒന്നും ഞങ്ങൾക്ക് കാണാനില്ല. ദൈവസഭയുടെ അടയാളം 1 അപ്പോസ്തലൻ, 2 പ്രവാചകൻ, 3 സുവിശേഷകൻ, 4 ഇടയൻ, 5 അധ്യാപകൻ. വീര്യപ്രവർത്തികൾ മുതലൊക്കെ ദൈവസഭയുടെ ലക്ഷണങ്ങളാണ്. ഞങ്ങളുടെ അടയാളങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാനില്ല. നിന്റെ ദൈവത്തിൻ്റെ യഹോവയുടെ സന്നിധിയിൽ ഭോജനയാഗം നിന്നുപോയി, മുടങ്ങിപ്പോയി, തിരിച്ചു കൊണ്ടുവന്നേ മതിയാകെയുള്ളൂ. ഇന്ന് പകൽക്കാലം ഇത് തിരിച്ചു കൊണ്ടുവരുമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? അതുകൊണ്ട് രാവും പകലും ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, രട്ടുടുത്ത് രാത്രിയിൽ കഴിയുവാൻ താല്പര്യമുള്ളവർക്ക് ഉള്ള സാഹചര്യത്തിനകത്ത് കഴിയുന്നവർ ഒരുമിച്ച് കൂടുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുകയാണ്. യോവേൽ 1:14 ഒരു ഉപവാസം നിയമിപ്പീൻ. അതെ, നമ്മൾ നിയമിച്ചു. സഭായോഗം വിളിപ്പീൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവീൻ. യഹോവയോട് നിലവിളിപ്പീൻ. മൂപ്പന്മാരെ, സഹോദരന്മാരെ, എൽഡേഴ്സ്, സഹോദരിമാരുടെ സൈഡിൽ നിന്നും വരേണ്ടവർ വരിക. ഒരു ഉപവാസം നമ്മൾ നിയമിച്ചു. ഉപവാസം പരസ്യപ്പെടുത്തുന്ന പതിവ് ബൈബിളിലുണ്ടോ? ഉണ്ട്. രഹസ്യമായി നടത്തുന്ന ഉപവാസങ്ങളും ഉണ്ട്, പരസ്യമാക്കുന്ന ഉപവാസങ്ങളുമുണ്ട്. സഭയിൽ പരസ്യമാക്കുന്ന ഉപവാസങ്ങൾ യെരുശലേമിൻ്റെ കാലം മുതൽ, അല്ല ഇസ്രായേലിൻ്റെ കാലം മുതൽ രംഗത്ത് വന്നതാണ്. ഇന്നും തുടരുന്നതുകൊണ്ട് എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അത് പരസ്യമായ ഉപവാസങ്ങളാണ്. രഹസ്യമായ ഉപവാസങ്ങൾ ഉള്ളവർക്കായി സ്തോത്രം. അതുള്ളവർക്ക് മാത്രമേ പരസ്യ ഉപവാസത്തിൽ പ്രയോജനപ്പെടാൻ സാധിക്കത്തുള്ളൂ. ഉപവാസങ്ങളും സഭാരാധനകളും വിശുദ്ധന്മാർ പരസ്പരവും വിശുദ്ധന്മാരും ദൈവവുമായി വലിയൊരു സംസർഗം ദൈവം ആഗ്രഹിക്കുന്നതാണ്.
ആരംഭത്തിങ്കൽ മുതൽ ദൈവം അത് കൽപ്പിച്ചതുമാണ്. ഈ സംവത്സരം ഈ സംസർഗം ഏദനിൽ ആരംഭിച്ചു, നിത്യതയിലും തുടരും. സഭായോഗങ്ങളെ ഉപേക്ഷയായി കരുതരുത്. ഇന്ന് സഭ നിറച്ചു വന്നിരിക്കുന്ന ആളുകൾക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന സകല അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ബേഥേലിന് ദൈവം തന്ന പദവിക്കായി കർത്താവിനെ ഞാൻ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഞാൻ ചില മിനിറ്റുകൾ കൊണ്ട് നിർത്തേണ്ടതുണ്ട്, അതുകൊണ്ട് എൻ്റെ വാച്ചും കൂടി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. ഇന്ന് സഭ എന്നാൽ എന്താണ്? 1 കൊരിന്ത്യർ 3:16 2 കൊരിന്ത്യർ 6:16 എഫെസ് ലേഖനം 2:21 1 തീമോത്തിയോസ് 3:16 ഒക്കെ നോക്കിയാൽ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണ് ദേവാലയം. ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്, കാര്യം നാം ഒരുമിച്ച് വരുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഇൻ ചർച്ച് ആൻഡ് ഹീ പ്രൊഡ്യൂസസ് ഹിസ് ഫ്രൂട്ട്സ് ആൻഡ് ഓപ്പറേറ്റ് ഹിസ് ഗിഫ്റ്റ്. സഭയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ 2 കാര്യങ്ങൾ കാണുവാൻ കഴിയും. ഒന്ന്, ആത്മാവിൻ്റെ ഫലങ്ങൾ സഭയിൽ നിന്ന് കായ്ക്കും. സ്നേഹം, സന്തോഷം, സമാധാനം മുതലായി ആത്മാവിൻ്റെ ഫലങ്ങൾ ഇവിടെ ഉണ്ട്. അതുള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ ദോഷവശങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അവരതുവഴി പോകട്ടെ. കാര്യം ക്ഷീരമുള്ള ഒരു അകിട്ടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അവൻ്റെ കണ്ണിൽ അതേ പെടുകയുള്ളൂ. പക്ഷേ ആത്മീയം നോക്കിയാൽ കൃപാവരങ്ങൾ ജ്വലിക്കുന്നതും ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കുന്നതും സഭയിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. 2, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ സഭ കൈകാര്യം ചെയ്യുകയാണ്. നമുക്ക് ആത്മാവിൻ്റെ കൃപാവരങ്ങൾ, രോഗശാന്തി, ഭൂതശാന്തി, പ്രവചനം മുതലായി ആത്മാവിൻ്റെ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവുള്ള സകലയിടത്തും സഭയ്ക്കകത്തുണ്ടായിരിക്കും. നാമാണ് ദൈവത്തിൻ്റെ മന്ദിരങ്ങൾ, നാമാണ് ദൈവത്തിൻ്റെ ആലയങ്ങൾ. യു ആർ ഹിസ് മെമ്പേഴ്സ്. ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നാം. നമ്മിലൂടെ മാത്രമേ ഇത് ദൈവത്തിന് നടത്തിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. yield fruits and operate in gift. നമ്മുടെ ഉപവാസ ദിവസങ്ങൾ ദൈവം പ്രത്യേകിച്ചും അതിനായി കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞാൽ നിത്യതയിൽ ഒരു വിശുദ്ധ കൂട്ടായ്മയുണ്ട്. വെളിപ്പാട് പുസ്തകം 21:3 സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവരവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും, അവരോടുകൂടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, ഏതെൻ്റെ അനുഭവത്തിൽ മടങ്ങി വരും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഹി ടെൻസ് വിത്ത് അസ്. ഇന്ന് ആത്മീയ അർത്ഥത്തിൽ താൽക്കാലികമായി 2-3 പേർ സഭ ഒരുമിച്ച് കൂടുന്നിടത്ത് ദൈവത്തിൻ്റെ മഹൽ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മഹൽ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ മറക്കരുത്, വരുവാനുള്ള ഒരു കൂടാരം നമുക്ക് വേണ്ടിയുണ്ട്. ദൈവവും മനുഷ്യനുമായി ഒരുമിച്ച് പാർക്കുന്ന ഒരനുഭവമുണ്ട്. പക്ഷെ ഇന്ന് ചർച്ച് ഈസ് ദ ടെമ്പിൾ വിശുദ്ധ കൂട്ടായ്മയാണ്. യൂദായുടെ ലേഖനം 1:20 നാം എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ബട്ട് യു ബിലവ്ഡ് ബിൽഡ് അപ്പ് യുവർ സെൽഫ് ഇൻ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതിവിശുദ്ധമായ വിശ്വാസത്തെ ആധാരമാക്കി. വിശ്വാസത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരുമാതിരിയൊക്കെ പോന്നു, പക്ഷേ ജീവിതം പെർഫെക്റ്റാണ്. എൻ്റെ പൊന്നു മോനെ, അടിസ്ഥാനമില്ലാത്ത ജീവിതം ആര് കാണാനാടാ? വിശ്വാസത്തെ ആധാരമാക്കി വേണം യോഗ്യമായി ജീവിക്കുവാൻ. ഒരടിസ്ഥാനത്തിന്മേൽ വേണം പണി നടക്കുവാൻ. ബിൽഡ് യുവർ സെൽഫ് ഇൻ ദ ഗ്രേറ്റ് ഹോളി ഫെയ്ത്ത്. ആ വിശ്വാസത്തിൽ നമ്മെ തന്നെ പണിയാം. എബ്രായ ലേഖനം 10:25 സഭായോഗങ്ങളെ അലക്ഷ്യമായി കണക്കാക്കരുത് എന്ന് നാം കണ്ടു കഴിഞ്ഞു. മൂല്യതയുള്ള നേതാക്കളെ ഈ ദിവസങ്ങളിൽ സഭയ്ക്ക് വേണം. സഭയ്ക്ക് മൂല്യതയുള്ള നേതാക്കന്മാരെ, മാതൃകകളെ മുൻപെങ്ങും എന്നതിലുപരിയായി ഇന്നാണ് ആവശ്യമെന്ന് മറക്കരുത്. ആകപ്പാടെ താളം തെറ്റിയ കാലത്തിലൂടെ കൊറോണ കഴിഞ്ഞ് ലോകം ഇറങ്ങി വരികയാണ്. ഇപ്രാവശ്യത്തെ ഗ്ലോബൽ കിങ്ഡം പാർട്ട്ണർഷിപ്പ് നെറ്റ്വർക്കിനകത്ത് ഇപ്രാവശ്യം ഏറ്റവും പ്രധാനമായി ചിന്തിക്കുവാൻ ലോകത്തിലുള്ള വലിയ സഭകളും മറ്റും ചേർന്ന്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 40,000 മെമ്പേഴ്സിലധികമുള്ള സഭകളുടെ സീനിയർ പാസ്റ്റേഴ്സിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ 100,000-ലധികം ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടുള്ളവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്രകാരമുള്ള ഒരു ഗ്രൂപ്പ് എൻ്റെ അറിവിൽ ഇതുവരെ ഉള്ളൂ. ആ ഗ്രൂപ്പിനകത്ത് ഈ വർഷം ജൂലൈ മാസം 4 മുതൽ 8 വരെ നടക്കുന്ന ആ മീറ്റിങ്ങിൽ ഏറ്റവും പ്രധാനമായി ചിന്തിക്കുന്നത് പോസ്റ്റ് കോവിഡ് കൾച്ചറിൽ എങ്ങനെ സഭയെ തിരികെ പണിയും.
പോസ്റ്റ് കോവിഡ് കൾച്ചറിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൾച്ചർ. നാം വേറൊന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കാലഗതിക്കനുസരിച്ച് പോകാതെ ക്രിസ്തീയ മാനദണ്ഡത്തിലേക്ക് വരുവാൻ സഭയ്ക്ക് മൂല്യതയുള്ള നേതാക്കന്മാരെ വേണം. പണ്ട് എന്നത്തെക്കാളും അധികം ഇന്നാണത് വേണ്ടത്. സഭയ്ക്ക് അതിനേക്കാൾ ഉപരി വിശ്വാസികളെ, വിശുദ്ധന്മാരെ ആവശ്യമുണ്ട്. അന്യോന്യം മാതൃകളായിരിക്കാൻ, അന്യോന്യം പണിയുവാൻ കൊള്ളാവുന്ന വിശുദ്ധന്മാരെ, എൽഡേഴ്സ്, ലീഡേഴ്സ്, മെമ്പേഴ്സ്. പണ്ട് ഏത് കാലത്തേക്കാളും ഉപരി ഇന്നാണ് ആവശ്യം. വിശുദ്ധന്മാർക്ക് നാം മാതൃകയായിരിക്കണം. കൾച്ചറൽ കണ്ടീഷൻ, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നോഹയുടെ കാലവും ലോത്തിൻ്റെ കാലവും പോലെയായിരിക്കും യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ കാലമെന്ന് പറയുന്നുണ്ട്. ഞാൻ 2-3 സ്ലൈഡുകൾ ഓടിച്ച് കാണിച്ച് വെച്ച് നിർത്തും. വരുന്ന ആഴ്ച ഇവിടെ മുതലായിരിക്കും ആരംഭിക്കുന്നത്. കൾച്ചറൽ കണ്ടീഷൻസ് അറ്റ് ദ ടൈം ഓഫ് ദ കമ്മിങ് ഓഫ് ജീസസ്. വരവിൻ്റെ ലക്ഷണങ്ങളല്ലേ നമ്മൾ തൊട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ലഭിക്കുന്നതിനേക്കാൾ ഉപരി കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. നോഹയുടെ കാലത്തെ കൾച്ചറൽ കണ്ടീഷൻ എന്തായിരുന്നു? വേദപുസ്തകം ഒരുപാട് വായിച്ച്, ചരിത്ര പുസ്തകങ്ങൾ അതുപോലെ വായിച്ച്, ശാസ്ത്രീയ ലേഖനങ്ങൾ അതുപോലെ വായിച്ച്, ഇവിടെ ആകത്തുക കൊണ്ടുവന്ന് മെസ്സേജ് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ്റെ ഒരു മെസ്സേജ്, ചില മെസ്സേജുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവിടെ ചേർക്കുകയാണ്. നോഹയുടെ കാലവും ലോത്തിൻ്റെ കാലവും, കൾച്ചറൽ കണ്ടീഷൻസ് പ്രയർ ടു ജീസസ് റിട്ടേൺ. ദ റൈച്ചസ് വിൽ ബി എ മൈനോറിറ്റി ലിവിങ് എമംഗ് എ വിക്കറ്റ് മജോറിറ്റി. നീതിമാന്മാർ എണ്ണത്തിൽ ചുരുക്കമായി നീതികെട്ട ബഹുഭൂരിപക്ഷത്തിൻ്റെ നടുവിൽ താമസിക്കും. നീതിമാന്മാർ, നോഹ എങ്ങനെയായിരുന്നു? ലോത്ത് എങ്ങനെയായിരുന്നു? നീതിമാന്മാർ ഒരു ന്യൂനപക്ഷമായി, അബ്സല്യൂട്ട് മൈനോറിറ്റി, നീതികെട്ട മഹാപുരുഷാരത്തിൻ്റെ നടുവിൽ താമസിക്കും. അടുത്തത് 2, വിക്കറ്റ്നസ് ഇൻ ദ വേൾഡ് വിൽ ബി ടോളറേറ്റഡ്, ഈവൻ സെലിബ്രേറ്റഡ്. ലോകത്തിൻ്റെ അയോഗ്യതകളും മ്ലേച്ഛതകളും ആത്മീയൻ പോലും കണ്ണടച്ചു വിടും, ടോളറേറ്റ് ചെയ്യും. തീർന്നില്ല, പലരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. ചെറുക്കൻ സ്നാനപ്പെട്ടതല്ലെങ്കിലും കണ്ടോ അവൻ്റെ ഗമ. ഈ പെണ്ണ് രക്ഷിക്കപ്പെട്ടതല്ലെങ്കിലും നല്ല മാർക്ക. കുഴപ്പമില്ല. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ടോളറേറ്റഡ് ബട്ട് ഈവൻ സെലിബ്രേറ്റഡ്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇതിനോട് ചേർത്തിട്ട ഒരു പദമാണ്. വെളിപ്പാട് ലൂക്കോസ് 17:32. ഈ നോഹയുടെ ഭാര്യയുടെ ദോഷം എന്തായിരുന്നു? അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി എന്നാണ് പറയുന്നത്. പുറകോട്ട് തിരിഞ്ഞു നോക്കി എന്ന വാക്കിന് എന്താ അത്ര ദോഷം? ഓടുന്ന ഓട്ടത്തിൽ ആരെങ്കിലും പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയ തകരാറാണോ? അല്ല. ആ നോട്ടത്തെക്കുറിച്ച് മൂലഭാഷയുടെ വിശദീകരണം ആളുകൾ തരുന്നത് വിത്ത് എ ലോങ്ങിങ് ടു റിട്ടേൺ. തിരിച്ചു പോയാൽ എന്നാ, തിരിച്ചു പോയാൽ എന്നാ, തിരിച്ചു പോയാൽ എന്നാ, തിരിച്ചു പോയാൽ എന്നാ, ഈ ചിന്തയോടെ ഒന്ന് നോക്കി ഇന്ന തമ്പുരാൻ പറഞ്ഞ് നിന്നില്ല. അവിടെ നിൻ്റെ കഥ ഇവിടം കൊണ്ട് തീർന്നു. എ ടെൻഡൻസി ഓഫ് ബാക്ക് സ്ലൈഡിങ്. ഇന്ന് പകൽ ചിലർ കൊണ്ട് ഒത്തിരി എണ്ണം പോയി. ഒരു കാലത്ത് വേർപാട് ആചരിച്ചവർക്ക്, ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവർ, വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച ദുരാത്മ വ്യാപാരങ്ങൾ പിടിച്ചൊതുക്കിയതിനാൽ അനേകർ പിന്മാറിപ്പോയി. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. അവൾക്കൊരു പിന്മാറ്റത്തിൻ്റെ വ്യാപാരമുണ്ടായിരുന്നു. ആ പിന്മാറ്റത്തിൻ്റെ ശക്തി അവളെ ഇല്ലാതെയാക്കി കളഞ്ഞു. ലോത്തിനെക്കുറിച്ച് പറയുന്നത് വലഞ്ഞുപോയ നീതിമാൻ എന്ന. ദുഷ്കാമപ്രവർത്തികളെ കണ്ട് വലഞ്ഞുപോയ നീതിമാൻ. ലോത്തങ്ങ് വലഞ്ഞു. ഭാര്യ ബാക്ക് സ്ലൈഡിങ്ങിൻ്റെ നടുക്കായി. പിള്ളേര് തനി സോതോം സമ്പ്രദായത്തിലെത്തി. അതുകൊണ്ട് അടുത്തുള്ള 10 തലമുറ ദൈവസന്നിധിയിൽ കയറരുതെന്ന് പറഞ്ഞ് ദൈവം അവരെ ശപിച്ച് തള്ളി. ഈ കാര്യം മറക്കരുത്. എന്തായിരുന്നു ലോത്തിൻ്റെ തകരാറ്? ലോത്തിൻ്റെ തകരാറ് ദൈവം കൊടുത്ത പെർഫെക്ഷന് പകരമായി ദ സെക്കൻഡ് ലെവൽ അവൻ തിരഞ്ഞെടുത്തു. ദൈവം അവനെ വലിച്ചു കൊണ്ടുവന്നേച്ചു പറഞ്ഞാണ്ട് ദൂരെ കാണുന്ന പർവ്വതത്തിലേക്ക് ഓടിക്കോളാൻ പറഞ്ഞു. അത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ, ദൈവത്തിൻ്റെ പൂർണ്ണഹിതമായിരുന്നു. അവൻ പറഞ്ഞു, യജമാനനെ അങ്ങനെ പറയല്ലേ, അവിടം വരെ ഓടാൻ എനിക്ക് തോന്നുന്നില്ല, അങ്ങ് ചിലപ്പോൾ ചത്തുപോയേക്കും. അതുകൊണ്ട് ഇവിടെ അടുത്തൊരു പട്ടണമുണ്ട്, അങ്ങോട്ട് പൊക്കോട്ടെ. അവൻ പറഞ്ഞു, ഇതിലും സമ്മതിച്ചിരിക്കുന്നു, പക്ഷേ നിൻ്റെ 10ാം തലമുറ ദേവാലയത്തിൽ കയറുകയില്ല. ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ് ആൻഡ് ദ പെർമിസീവ് വിൽ ഓഫ് ഗാഡ്. ദൈവം എന്നോട് ഒന്ന് ആവശ്യപ്പെട്ടു, അത് ചെയ്യാതെ ദ പെർമിസീവ് വിൽ, ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ, കോംപ്രമൈസ് ചെയ്താൽ ദൈവം സമ്മതിക്കത്തില്ലേ? നോ, സമ്മതിച്ചു. പക്ഷേ നിൻ്റെ 10ാം തലമുറ ആലയത്തിൽ കടക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിന് വേണ്ടി നിൽക്കാം. ഞാൻ ഒരൊറ്റ മനുഷ്യൻ്റെ ഒരു വാചകം കൂടെ എടുത്തോട്ടെ.
ബിഷപ്പ് ടി ഡി ജെയ്ക്സ് ഈ തലമുറയിൽ പ്രമുഖനും മനുഷ്യന് പരിചയമുള്ളവനുമായ ആളാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു പ്രസംഗത്തിൽ ഉപയോഗിച്ച ഒരു പദം ഞാൻ ഇന്ന് ബേഥേലിന് വേണ്ടി ആവർത്തിക്കട്ടെ. നരകത്തിൽ നിന്നും ഓരോ ബസ്സുകൾ ഓരോ സഭകളിലേക്കും സാത്താൻ ഞായറാഴ്ച തോറും അയക്കും. ഞായറാഴ്ച തന്നെയൊന്നുമല്ല, എന്നും വരും. നരകത്തിൽ നിന്നും ഓരോ ബസ് ഫ്രീ ഓഫ് കോസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി ഓരോ സഭകളിലേക്കും സാത്താൻ എല്ലാ ആഴ്ചയിലും അയക്കും. അതിലേക്ക് പല ശുശ്രൂഷകന്മാരും അതിലേക്ക് ആളുകളെ കയറ്റും. അത് കുഴപ്പമില്ലെന്നേ, ഇച്ചിരി ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ കുഴപ്പമില്ലെന്നേ, ഇച്ചിരി ഒന്ന് കോംപ്രമൈസ് തകരാറില്ലെന്നേ. ഇപ്പം എം എ ബ്രീസ് പറയുന്നതിൽ എല്ലാവരും നടക്കാനും നോക്കത്തില്ല. അവൻ അഴുക്ക, ചീത്ത പറയുന്ന ഒത്തിരി പേര് കാണും. അവൻ അഴുക്ക. എങ്ങനെയും പറഞ്ഞ് 10 പേരെ നരകത്തിലേക്ക് പോകുന്ന ബസ്സിൽ കയറ്റാൻ ശുശ്രൂഷകന്മാരുണ്ട്. ബൈ കോംപ്രമൈസസ്, കൺഫോമിങ് ടു ദ വേൾഡ് സ്റ്റാൻഡേർഡ്സ്. ഞാൻ ഈ വൺ ഓഫ് ദ വേൾഡ് സ്റ്റാൻഡേർഡ് എന്ന് എപ്പോഴും പറയാറുണ്ട്. കാര്യം നിമ്രോദിൻ്റെ കാലത്ത് ഒത്തിരി സ്റ്റാൻഡേർഡുകളിലേക്ക് തെന്നി. ഇറ്റ്സ് എ കോൺഗ്ലോമറേറ്ററി മിക്സ്ചർ നൗ. എല്ലാം കൂടെ കൂടിക്കലർന്നു വന്ന അതിലേതെങ്കിലും ഒന്നെടുത്താൽ മതി, അതൊരു ലോക സമ്പ്രദായമാണ്. അതിലേക്ക് പോകുവാൻ മേ ബി എ ലിറ്റിൽ ഡ്രിങ്ക്സ് ഓൺ സ്പെഷ്യൽ ഒക്കേഷൻ, മേ ബി എ ലിറ്റിൽ ഔട്ട് ഓഫ് ട്യൂൺ ഓൺ എ സ്പെഷ്യൽ ഒക്കേഷൻ. അല്പമൊന്ന് കോംപ്രമൈസ് ചെയ്താൽ തകരാറില്ല, അതുവഴി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൻ്റെ ബസ്സിൽ ആള് കയറ്റുവാനായിട്ട് നിൽക്കും. അകത്തുനിന്നും പുറത്തേക്ക് തള്ളുന്ന പഠിപ്പിക്കലുകൾ, അകത്തുനിന്ന് പുറത്തോട്ട് തള്ളുന്ന പഠിപ്പിക്കലുകളുണ്ട്. പാസ്റ്റർ കെ.വൈ. ഗീവർഗീസ് അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് എഴുതിയ കൂട്ടത്തിൽ താൻ ഇങ്ങനെ എഴുതി: ഇല്ലാത്ത കുറ്റങ്ങൾ വിശുദ്ധന്മാരെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കി ആദരിക്കപ്പെടേണ്ട വിശുദ്ധന്മാരെക്കുറിച്ച് ഒരു അവജ്ഞതാ ബോധം സാധാരണക്കാരനിൽ ജനിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച് അകത്തുണ്ട്. അവരെഴുതേണ്ടത് എഴുതും. അതുപോലെ തന്നെ പ്രസംഗിക്കുന്നവരുണ്ട്. ഒരു അവജ്ഞാബോധം സഭയ്ക്കകത്തുണ്ടാക്കും. ആ സമയത്താണ് വെളിയിൽ നിന്നും ആകർഷിക്കുന്ന അനേകരും വരുന്നത്. അവർ പലതിനെയും ആകർഷിച്ച് കൊണ്ടുപോകും. നമുക്ക് ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചുകൊണ്ടും വഞ്ചിക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുമ്പോൾ നമുക്ക് ദോഷത്തിലല്ല, കൃപയിൽ മുതിരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ പുതുക്കി പണിയുവാൻ, ദൈവസന്നിധിയിൽ പുതിയ ചില തീരുമാനങ്ങളോടെ വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ച ബെഥലൈറ്റ്സിനായി വചനത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കപ്പെട്ടവർക്കായി ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ഉപദ്രവം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ നടുവിൽ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ അടിയന്നോടുള്ള സഭായോഗത്തിൽ പങ്കെടുത്ത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറിയവരെയും വലിയവരെയും ഈ ടെൻറ്റിനകത്തിരിക്കുന്നവരെ ചേർത്ത് ഞങ്ങൾ ഒരുമിച്ചൊരു അനുഗ്രഹപദം പറയുന്നു. വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. കറാവാട്ടം മാലിന്യം ഇവയില്ലാത്ത ഒരു വിശുദ്ധ മണവാട്ടിയായി ഞങ്ങളെ അബ്രഹാമിക് ഗ്രൂപ്പിനെ രൂപീകരിക്കണമേ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.